സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത, അത് ജീവിതത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബകളുടെ ആരംഭത്തിലും ഉപദേശങ്ങളിലും ഒക്കെയായി സ്വഹാബികൾക്ക് ഇടയ്ക്കിടെ നൽകിയിരുന്ന ആ ഒരു വസിയ്യത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തഖ്വ എന്ന വലിയ ഗുണം ശീലിച്ചെടുക്കാനും അത് ജീവിതത്തിലുടനീളം പാലിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നിവിടെ വൈകുന്നേരം മുതൽ തർബിയത്ത് ക്യാമ്പിലാണ് ഉള്ളത്. നമ്മുടെ മണ്ഡലത്തിലായാലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലായിരുന്നാലും നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ, അതുപോലെ തന്നെ സമ്മേളനങ്ങൾ, ഒരുമിച്ച് കൂടലുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ചില ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടലുകളെ കുറിച്ച് തെറ്റായ ധാരണ വെച്ച് കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുമിച്ച് കൂടലിലൊക്കെ പോയിട്ട് എന്തിനാ അങ്ങനെ ഒരു തർബിയത്ത് ക്യാമ്പ്? സ്ഥിരം കേൾക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലമായി വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്കറിയുന്ന ആയത്തും ഹദീസും അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു ഒരുമിച്ച് കൂടൽ നടത്തി ഒരു പരിപാടി നടത്താൻ വേണ്ടി പരിപാടി നടത്തുകയും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കാണാൻ പറ്റും സമൂഹത്തിൽ. നമ്മൾ ആലോചിക്കേണ്ടത്, മനുഷ്യനെന്ന നിലക്ക് നമുക്കെല്ലാവർക്കും ഇൻബിൽറ്റായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉള്ളിൽ ജന്മസിദ്ധമായി നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മനുഷ്യന്റെ മറവിയും മനുഷ്യന്റെ അശ്രദ്ധയും. അത് ഇൻബിൽറ്റാണ്, ഉണ്ടാകുമ്പോൾ തന്നെ അതുണ്ട്. മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ കൂടെയുണ്ട്. മാത്രമല്ല, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുള്ളത് ഈ മറവിയും അശ്രദ്ധയും ഉണ്ട് എന്ന് തന്നെ അവൻ മറക്കും. എനിക്ക് മറവിയുണ്ട്, ഞാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല എന്നതവൻ മറക്കും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നത്, എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ദോഷവശം എന്ന് പറയുന്നത്, മനുഷ്യൻ മനസ്സിലാക്കേണ്ട, അവൻ മൂല്യം കൽപ്പിക്കേണ്ട ചില കാര്യങ്ങൾ, അതിൻ്റെ മൂല്യം അവൻ എപ്പോഴും മനസ്സിലാക്കാറില്ല എന്നൊരു പ്രശ്നമാണ് അതിനുണ്ടാവുക. അത് നമുക്ക് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വലിയ മറ്റെന്തെങ്കിലും തെളിവുകൾ സ്ഥാപിച്ചുകൊണ്ട് പറയേണ്ടത്, നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യൻ എപ്പോഴാണ് ഓരോ കാര്യങ്ങളുടെയും വില മനസ്സിലാക്കുന്നത്, അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാറുണ്ട്. ബന്ധങ്ങൾക്ക് നമ്മൾ മൂല്യം കൽപ്പിക്കാറുണ്ട്, വസ്തുക്കൾക്ക് മൂല്യം കൽപ്പിക്കാറുണ്ട്, വ്യക്തികൾക്ക് മൂല്യം കൽപ്പിക്കാറുണ്ട്. ഓരോരുത്തർക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു മുൻതൂക്കം ഉണ്ടാവും. നമ്മുടെ ലിസ്റ്റിൽ മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിൽ നമ്മൾ മുൻതൂക്കം കൊടുത്ത, പ്രാമുഖ്യം കൊടുത്ത ഒന്നാമത്തെ ആൾ, ആ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ ആൾ വരുമ്പോഴുള്ള സ്വീകരണവും അതുപോലെ തന്നെ സന്തോഷവും ഒന്നും ആയിരിക്കില്ല ആ ലിസ്റ്റിൽ രണ്ടാമത്തെ ആൾ വരുമ്പോൾ, ചിലപ്പോൾ ആ ലിസ്റ്റിൽ അവസാനത്തെ ആൾ വരുമ്പോൾ. ഞാൻ പണം കൊടുത്തു വാങ്ങിയ ഒരു പേന എന്റെ പോക്കറ്റിലുണ്ടെങ്കിൽ അത് താഴെ വീഴാൻ പോകുമ്പോഴുള്ള എന്റെ പ്രതികരണവും, അതേ പോക്കറ്റിൽ ഞാൻ തന്നെ പണം കൊടുത്തു വാങ്ങിയ എന്റെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് താഴെ വീഴാൻ പോയാൽ അതിൽ എന്റെ പ്രതികരണവും വലിയ വ്യത്യാസമാണ്. ഓരോന്നിനും ഓരോ മൂല്യവും. എപ്പോഴാണ് നമ്മൾ കാര്യങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ശരിയായ ഉത്തരം, നമുക്കത് ഒന്നുകിൽ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു. ഞാനിപ്പോ 10,000-ഓ 20,000-ഓ ഞാനിനപ്പുറത്ത് 50,000-ഓ 1,00,000-ഓ കൊടുത്ത് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നു. നമ്മൾ ആ പണം എണ്ണി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ആ ഒരു സെൻഡായി എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ, അപ്പോഴല്ല സത്യം പറഞ്ഞാൽ നമുക്ക് അതിന്റെ വില മനസ്സിലാവും. അതൊന്ന് കാണാതാകും, അത് നഷ്ടപ്പെടണം. നമ്മുടെ ഫോണിന്റെ എന്തെങ്കിലും തകരാറായി, ഇത് ഓൺ ആകുന്നില്ല, അൺലോക്ക് ആവുന്നില്ല, ഹോം സ്ക്രീൻ കാണുന്നില്ല, അല്ലെങ്കിൽ ചില ഫോണുകളാണെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പ്രശ്നം, ഒരു പച്ച വര, അപ്പൊ നമ്മുടെ മുമ്പിൽ ആ നെഞ്ചിലൂടെ കടന്നു പോകുന്ന സംഭവിക്കും. നമ്മളെ വണ്ടി
നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങി നമ്മുടെ വാഹനം അതിനെന്തെങ്കിലും തകരാറ് പറ്റി ഒരു ദിവസം ജോലിക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സംഗതി ബ്രേക്ക് ഡൗൺ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിന്റെ മൂല്യം എന്താണ്. നമ്മൾ എല്ലാ കാര്യത്തെക്കുറിച്ചും ഇത് ചിന്തിച്ചു നോക്കിയാൽ എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു നോക്കാം. നമുക്ക് നഷ്ടപ്പെടാറാകുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ തിരിച്ചറിയും. ഓരോ ദിവസവും മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നു. റമദാനുകൾ ഇങ്ങനെ കടന്നു പോകുന്നു. 9 മാസം ഇങ്ങനെ റമദാനായി. ഓരോ വർഷവും മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയുസ് കടന്നു പോകുന്നു. റമദാൻ കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. റമദാൻ എല്ലാം കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നമ്മൾ ആലോചിക്കുകയാണ്, ഈ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ഈ പെരുന്നാളും കഴിഞ്ഞ് ഈദുൽ ഫിത്റും കഴിഞ്ഞതിനായി എന്താണ് നമുക്ക് കിട്ടിയത്? ആ ഉത്തരത്തിലുണ്ട് നമ്മൾ എന്ത് മൂല്യം അതിന് കൊടുത്തു എന്നുള്ളത്. നമുക്ക് ബന്ധങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വലിയ മൂല്യം നമ്മൾ ചിലപ്പോൾ കൊടുക്കാറില്ല. ചില ആളുകൾക്ക് നമ്മൾ അങ്ങനെ പരിഗണിക്കാറില്ല. നമുക്ക് നേട്ടം കിട്ടുന്ന മനുഷ്യരെന്ന നിലയ്ക്ക് ഞാനും നിങ്ങളും പലപ്പോഴും ചില ബന്ധങ്ങളെയും ചില വ്യക്തികളൊന്നും പരിഗണിക്കാറില്ല. കാരണം നമുക്ക് ഇങ്ങോട്ട് നേട്ടങ്ങളൊന്നുമില്ല. പക്ഷെ അവരൊന്ന് നഷ്ടപ്പെട്ടു പോകണം, അവർ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതി നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാകും പല ബന്ധങ്ങളുടെയും വരാൻ. സാധാരണ പല ഉപമകളും വെച്ച് പറയാറുണ്ട്. ഒരു തവണ പോലും വള്ളത്തിൽ വീഴാത്തവന് തോണി യാത്രയുടെ സുഖമറിയില്ല. ഒരു തവണ ഒന്ന് വെള്ളത്തിൽ വീണാൽ പിന്നെ തോണി യാത്രയുടെ സുഖം അവന് പഠിപ്പിച്ചു കൊടുക്കാൻ, പിന്നെ തോണി യാത്രയുടെ സുഖത്തെ പറ്റിയുള്ള വലിയ സെമിനാറുകളോ ക്യാമ്പുകളോ സംഘടിപ്പിക്കണ്ട. അവനതിന്റെ വില മനസ്സിലാക്കും. നമ്മുടെ കണ്ണ് എന്തെങ്കിലും ഒന്ന് കണ്ട് പേടിച്ച് പൾസ് കൂടി ഒരു 10 സെക്കൻഡിലേക്ക് കണ്ണിന്റെ കാഴ്ച ഒന്ന് പോയത്, ചില ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് പേടിക്കുമ്പോൾ ഒരു 10-15 സെക്കൻഡിലേക്ക് കാഴ്ച ഒന്ന് പോകും. കണ്ണിൽ ഇരുട്ട് കയറുക നമ്മൾ പറയും, പൾസ് കൂടി. നമ്മുടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോകില്ല. ആ ഒരു 10-15 സെക്കൻഡ് കൊണ്ട് ആ മനുഷ്യന് മനസ്സിലാകും കണ്ണിന്റെ കാഴ്ചയുടെ വരാം. ആ ഒരു സമയത്ത് തിരിച്ചറിവുണ്ട്. ഇത് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ നിങ്ങൾ കേൾക്കാത്തതോ ഇവിടെയുള്ള ആളുകൾക്ക് ഈ മാധ്യമമായി കേൾക്കുന്നതോ അല്ല. നമുക്കൊക്കെ അറിയാമല്ലോ ഇത് സംഗതി ഇങ്ങനെയാണ്. പക്ഷെ ഇത് നമ്മളെപ്പോഴും മറന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന് പേരുള്ള അല്ലെങ്കിൽ കാലം എന്ന് പേരിട്ട ഒരേ സൂറത്തുൽ ദഹർ അല്ലെങ്കിൽ സൂറത്തുൽ ഇൻസാൻ എന്നൊരു അധ്യായം ഉൾപ്പെടുത്തി. അതിൽ മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മനുഷ്യന്റെ ചരിത്രവും മനുഷ്യന്റെ സൃഷ്ടിപ്പും അതുപോലെ തന്നെ മനുഷ്യന് നൽകിയ അനുഗ്രഹവും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അവന് കൊടുത്ത വഹ്യ് എന്ന് പറയുന്ന ശരിയായ മാർഗം അവന് ശരിയായി മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന അവന് കൊടുത്ത പ്രാപ്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ. മനുഷ്യൻ ഒന്നുമേ അല്ലാതിരുന്ന, അവനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും കഴിയാതിരുന്ന ഒരവസ്ഥ മനുഷ്യൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കൊരു പേരുണ്ട്, നമുക്കൊരു കുടുംബമുണ്ട്, ഒരു തറവാടുണ്ട്, നമുക്കൊരു സ്ഥാനമാനങ്ങളുണ്ട് സമൂഹത്തിൽ, നമുക്കൊരു ഉദ്യോഗമുണ്ട്, നമ്മൾ ഇന്ന് ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. അതൊന്നും ഇല്ലാതിരുന്നൊരു കാലം. നമ്മൾ ഇന്ന് വിചാരിക്കുന്നു നമ്മൾ ഉണ്ടെങ്കിലേ ഇവിടെ പലതും നടക്കുള്ളൂ, നമ്മൾ അവിടെ ഉണ്ടെങ്കിലേ ഈ കാര്യമൊക്കെ നേരെ ചൊവ്വേ നടന്നു പോകുള്ളൂ, നമ്മൾ അവിടെ ഇല്ലെങ്കിൽ അതൊക്കെ താറുമാറാകും. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ലാത്ത, അങ്ങനെ ഒരു പേര് തന്നെ ഭൂമുഖത്തില്ലാത്ത അവസ്ഥയിൽ ഈ ലോകം ഒരു പ്രശ്നമില്ലാതെ നടന്നു വന്നിട്ടുണ്ട്. അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞു, പ്രവാചകന്മാർ വന്നു, എത്ര സമൂഹങ്ങൾ കടന്നുപോയി. നമ്മൾ ഈ ചിത്രത്തിലേ ഇല്ല, ചരിത്രത്തിലേ ഇല്ല. അല്ലാഹു അത് ഓർമ്മപ്പെടുത്തണം. നമ്മളിനി ഇവിടുന്ന് പോയാലും തന്നെ സംഭവിക്കാം. നമ്മൾ ഇവിടുന്ന് പോയി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിവികാരധീരനായി അന്ന് വാളും കൂരിക്കൊണ്ട് മസ്ജിദ് നബവിയുടെ മിമ്പറിന്റെ അടുത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെടുക്കും എന്ന് പറഞ്ഞ സന്ദർഭമുണ്ടല്ലോ. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആല ഇംറാനിലെ ആയത്ത് ഓതി അന്ന് പഠിപ്പിച്ചു കൊടുത്തു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ശ്രേഷ്ഠൻ, ഏറ്റവും വലിയ. അതിനപ്പുറം ഇനി ഒരു പദവിയോ ഒരു ശ്രേഷ്ഠതയോ ഒരു മനുഷ്യന് കഴിയും. എന്തൊക്കെ ശ്രമിച്ചാലും കഴിയും. അതിന് ആ റസൂലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, പദപ്രയോഗങ്ങൾ വളരെ സൂക്ഷ്മമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനല്ലാതെ മറ്റാരുമായിരുന്നു. അതിനപ്പുറത്തേക്കൊന്നും വിചാരിക്കണ്ട.
അദ്ദേഹത്തിന് മുൻപും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതി അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ച് ഇതൊക്കെ വിട്ടെറിഞ്ഞ് പിന്തിരിഞ്ഞു പോകാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും പിന്തിരിഞ്ഞു പോയി പോട്ടെ, അള്ളാഹുവിന് അവൻ ആ പിന്തിരിഞ്ഞു പോയി എന്നതുകൊണ്ട് ഒരു ഉപകാരം ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല വാക്കുകൾ ചില സമയത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ കുറിച്ച് പ്രയോഗിക്കുന്ന വാക്കുകൾ സാമാന്യമായി നമ്മൾ ഖുർആനിലെ പിന്നെ ഓതി വരികയാണെങ്കിൽ ഭാഷ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ ശൈലി മാറുന്നത്, സംസാരത്തിന്റെ രീതി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും, അനുഭവിച്ച് മനസ്സിലാക്കാൻ. അപ്പോ മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത് ഈ പ്രസ്താവന നടത്തി. പിന്നെ പറഞ്ഞു ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒന്നുമേ ഇല്ലായ്മയിൽ നിന്ന്, ഒന്ന് പറയാൻ പോലും ഒന്നുമില്ലായ്മയിൽ അള്ളാഹു നാം നിങ്ങൾ സൃഷ്ടിച്ചതാണ്. അള്ളാഹു സൃഷ്ടിച്ചതാണ് മനുഷ്യനെ. കൂടിച്ചേർന്നുണ്ടാകുന്ന ബീജത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഫജഅൽനാഹു സമീഅൻ ബസീറ, അവനെ കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കി. അവിടെ അവസാനിപ്പിച്ചില്ല, ഇന്നാ ഹദൈനാഹു സബീൽ, മനുഷ്യൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കേൾവിയും കാഴ്ചയും ഒക്കെ കൊടുത്തു എന്നതിനപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നത് ഇന്നാ ഹദൈനാഹു സബീൽ, അവൻ നാം വഴി കാണിച്ചു കൊടുത്തു. എവിടേക്കാണ് പോകേണ്ടത്, എവിടെ പോയാലാണ് വിജയിക്കുക, എവിടേക്കാണ് കാലെടുത്ത് നോക്കാൻ പാടില്ലാത്തത്, അത് മനുഷ്യനെ അങ്ങനെ വഴി കാണിച്ചു. മനുഷ്യന് ഇച്ഛാ സ്വാതന്ത്ര്യം കൊടുത്തു. രണ്ടും തെരഞ്ഞെടുക്കാം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ പറ്റും. മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതും മലക്കുകളെ സൃഷ്ടിച്ചതും മൃഗങ്ങളെ സൃഷ്ടിച്ചതും, മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ല, ഇച്ഛാ സ്വാതന്ത്ര്യമില്ല, ചിന്താ സ്വാതന്ത്ര്യമില്ല. അള്ളാഹു എന്ത് കൽപ്പിച്ചു അത് അനുസരിക്കുക എന്നതല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ തന്നെ. അവർക്ക് സ്വന്തം ദേഹേച്ഛകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കല്ലേ. മൃഗങ്ങൾക്കാണെങ്കിലോ മുഴുവൻ അവരുടെ ദേഹേച്ഛകൾക്കനുസരിച്ച്, അവരുടെ ശാരീരിക താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മൃഗ ജീവിതം എന്ന് പറയുന്നത്. പ്രത്യേക ചിട്ടകളോ വ്യവസ്ഥകളോ അല്ലെങ്കിൽ ധാർമ്മികമായി ജീവിക്കേണ്ടത് ആവശ്യം അതില്ല. മനുഷ്യൻ ഇതിന് നടുക്കുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയും, അതുകൊണ്ട് മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മലക്കുകളെക്കാൾ എത്രയോ ഉന്നതിയിലാകാൻ കഴിയും. അവന്റെ അതേ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു മൃഗങ്ങളെക്കാളും എത്രയോ അധികരിക്കാൻ. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ, ഒന്നുകിൽ അവന് ശുക്ർ കാണിച്ച് നന്ദി കാണിച്ച് ജീവിക്കാം, വ ഇമ്മ കഫൂറ, അല്ലെങ്കിൽ നന്ദികേട് കാണിച്ചു ജീവിക്കാം, കുഫ്ർ കാണിച്ച് ജീവിക്കാം. ഇതിനൊക്കെ നിഷേധിച്ച് അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് മനുഷ്യൻ ജീവിക്കാം. ഈ മനുഷ്യന്റെ പിന്നെ ഉൽപ്പത്തിയെ കുറിച്ചും മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചും മനുഷ്യന്റെ ദൗർബല്യത്തെ കുറിച്ചും മനുഷ്യന്റെ ബലഹീനതയെ കുറിച്ചും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചു കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊന്ന് ആലോചിക്കുക. അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്ന മുസ്ലിങ്ങൾ എന്ന് സ്വയം നമ്മൾ അവകാശപ്പെടുന്ന നമ്മൾ ഉൾപ്പെടുന്ന മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ കലാമിനെയും അള്ളാഹുവിന്റെ കൽപ്പനകളെയും എപ്പോഴാണ് ആ കൽപ്പനകളുടെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞത്? അള്ളാഹു പറയുന്നു, നിങ്ങൾ സ്വന്തം നിങ്ങളുടെ ദേഹങ്ങളിലേക്ക് ശരീരത്തിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം. ഓരോ അതിസൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മുടെ ചിന്തകളെയും സംവിധാനിച്ചത് കാണാൻ പറ്റും. എല്ലാ വെള്ളിയാഴ്ചയും ഇമാമ് ഓതൽ ജുമാ നമസ്കാരത്തിൽ ഒരു സുന്നത്തുള്ള സൂറത്തുൽ ഹാഷിയ, അതില് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ആലായിൽ മുഹാശിയിലുള്ള ഓരോ ആഴ്ചയും എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കണമെന്ന് അല്ലാഹു താല്പര്യപ്പെടുന്ന സൂറത്തുകളിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. സൂറത്തുൽ ആല, സൂറത്തുൽ ഹാശി, ഇതിലൊക്കെ ഓരോ ആയത്തിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. സൂറത്തുൽ ആല ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മുൻഗണനകളെ കുറിച്ച് അല്ലാഹു പറയുന്നതാണ്. ഓരോ ആഴ്ചയും പറയുന്നത് സുന്നത്താണ്. ഓരോ ആഴ്ചയും അതിങ്ങനെ ജുമുഅക്ക് വരുന്ന എല്ലാ മുസ്ലിങ്ങളും കേൾക്കണം. ഇമാമിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വാചകങ്ങൾ എല്ലാ മുസ്ലിങ്ങളും കേൾക്കണം. എന്താണ്? നിങ്ങൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്, നിങ്ങൾ ഈസാറ ചെയ്യുന്നത്, നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത്, നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ദുനിയാവിലെ ജീവിതത്തിലാണ്. പക്ഷേ ആഖിറമാണ് ഏറ്റവും ഉത്തമവും ഏറ്റവും എന്നും നിലനിൽക്കുന്നത്. ഈ അള്ളാഹു പറഞ്ഞ ഈ
മനുഷ്യൻ കൊടുക്കേണ്ട ഈ മുൻഗണനയും മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സ്ഥാപിക്കേണ്ട ഈ ലക്ഷ്യവും മുസ്ലിങ്ങൾക്ക് മാത്രം, ഖുർആാനിനോട് മാത്രം അള്ളാഹു പറഞ്ഞതല്ല. ഇതെല്ലാ ജനസമൂഹങ്ങൾക്കും അള്ളാഹു കൊടുത്ത പ്രബോധനത്തിനായി കൊടുത്ത തത്വം കൂടിയാണ്. പരലോകവും ദുനിയാവും അതെങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവിടെ അവസാനിപ്പിക്കാതെ പിന്നെ അടുത്തായിട്ട് പറഞ്ഞത് ഇത് ഖുർആനിൽ മാത്രമുള്ളതല്ല, പൂർവകാല പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ സുഹൂഫുകളിൽ, ഏടുകളിൽ, സഹീഫകളിൽ അള്ളാഹു ഉൾപ്പെടുത്തിയ തത്വമാണ്. ഉദാഹരണമായി സുഹൂഫി ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിമിന്റെയും മൂസയുടെയും അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ഏടുകളിൽ ഉണ്ട്. ഇതൊരു പുതിയ പ്രബോധന പിന്നെ തത്വമോ പുതിയൊരു ആശയമോ അല്ല എന്ന് പറഞ്ഞു. സൂറത്തുൽ ഹാശിയയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴാണ് അള്ളാഹുവിന്റെ കലാമിനെ, വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളോട് പറയുന്ന അഭിസംബോധനയെ നമ്മൾ എപ്പോഴാണ് അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചത് എന്ന് നമ്മളൊക്കെ ഒന്ന് ഞാനും നിങ്ങളൊക്കെ ചോദിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒട്ടകത്തെ അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നെങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നില്ല? ഒന്ന് സൂവിൽ പോയാലോ മൃഗശാലയിൽ പോയാല്, നമ്മൾ ഇന്ത്യ പെറ്റ്സ് പാർക്കുകളിലേക്ക് പോയ ഒട്ടകത്തിനെ കണ്ടാലും കുതിരയെ കണ്ടാലും ജിറാഫിനെ കണ്ടാലും മറ്റു പല ജീവികളെ കണ്ടാലും നമ്മൾ കൗതുകത്തോടെ നോക്കും. എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന അത് എന്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഒരു മൃഗത്തെ കുറിച്ച് ആലോചിച്ചത്? വയനാടിലെ മലനിരകൾ കാണുമ്പോൾ, നമുക്ക് ടൂർ പോകുമ്പോൾ അതിനെ കുറിച്ച് അത്ഭുതപ്പെടാനും ആശ്ചര്യപ്പെടാനും നമുക്ക് കഴിയും. പക്ഷെ പടച്ചവന്റെ കൽപ്പന അനുസരിച്ച് ഖുർആൻ ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഈ ഖുർആൻ അനുസരിച്ച് എപ്പോഴാണ് നമ്മൾ ഏതെങ്കിലും അള്ളാഹുവിന്റെ പ്രകൃതി രമണീയമായ നമ്മുടെ അള്ളാഹു നമുക്ക് സംവിധാനിച്ച ഈ ഭൂമിയെ കുറിച്ച് ആലോചിച്ചത്? അങ്ങനെ എത്രയോ സുഹൃത്തുക്കളുടെയും ഭാഷയുടെയും ആനയുടെയും ബാക്കി വചനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. ആകാശത്തെ കുറിച്ച് എങ്ങനെയാണ് നാട്ടിൽ നിർത്തപ്പെട്ട് നോക്കാൻ പറ്റും. ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പോയാലും, ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ പോയാലും 19 വയസ്സുള്ള ആളായാലും എന്താ പ്ലെയിന് കൗതുകമാണ്. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്, വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന അനുസരിച്ച് എപ്പോഴാണ് ഈ ആകാശത്തെ കുറിച്ച് നമ്മൾ ഒന്ന് വേരോട്ട് നോക്കിയത്? അത് ചില ചോദ്യങ്ങളാണ്. അത് ഈ പറഞ്ഞതുപോലെ എല്ലാ വെള്ളിയാഴ്ച കേൾക്കുന്നെങ്കിലും നമ്മളതിന് എല്ലാ ആഴ്ച കേൾക്കുന്നുണ്ട്, നമ്മൾ മറന്നു പോകാൻ. എല്ലാ ആഴ്ച നമ്മൾ കേൾക്കുന്നുണ്ട്, എന്നിട്ടും നമ്മളത് മറന്നു പോകാൻ. മനുഷ്യന്റെ മറവിയെയും മനുഷ്യന്റെ അശ്രദ്ധയെയും നമുക്ക് നമ്മുടെ ജീവിതം തന്നെ വെച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് മറ്റെന്താണ് വേണ്ടത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം തൗഹീദ്, മനുഷ്യന്റെ ആദർശം, പരലോക ജീവിതം, അതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കാൻ പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. അതിനപ്പുറത്തേക്ക് പ്രവാചകന്മാർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൗത്യം. എന്നാൽ നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലൊന്ന് ആലോചിച്ച് കൊടുക്കുക. ഈ പറഞ്ഞ മുൻഗണനയും ഈ പറഞ്ഞ ലക്ഷ്യവും ബോധവും ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് സമൂഹത്തിൽ ആസൂത്രിതമായി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ലക്ഷ്യബോധവും പരലോകബോധവും റബ്ബിനെ കുറിച്ചുള്ള ബോധവും സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസവും നഷ്ടപ്പെടുത്തുക എന്നല്ല, ഒരു മനുഷ്യനാകുന്നത് എന്തൊക്കെ കൊണ്ടാണോ അതടക്കം നഷ്ടപ്പെടുത്തുക. ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് അവന് മനുഷ്യത്വം എന്ന് പറയുന്ന മാനുഷികമായ ചില ഗുണങ്ങളുള്ളപ്പോഴാണ്. മനുഷ്യന് ലജ്ജ എന്ന് പറയുന്ന മാനുഷികമായ ഒരു ഗുണമാണ്, മൃഗങ്ങൾക്കില്ല. ആ ലജ്ജ വേണ്ട. വിശ്വസ്തത മാനുഷികമായ ഒരു ഗുണമാണ്. മനുഷ്യന്മാർ തമ്മിൽ വിശ്വസ്തതയുള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ സുഗമമായി ഒരു നാട്ടിൽ ജീവിക്കുന്നതും അതുപോലെ തന്നെ നമ്മളൊക്കെ അവിടെ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കൊണ്ട് വരുന്നത്. ഒരു വിശ്വസ്തതയുമില്ലാത്ത, എങ്ങും പിന്നെ മോഷണവും കൊള്ളയും ഒരിടത്തും സമാധാനമില്ലാത്തൊരു സ്ഥലമായി ഉണ്ടെങ്കിൽ നമുക്കതിന് സമാധാനമായി ഒരാൾക്ക് സംസാരിക്കാനും ബാക്കിയുള്ള ആളുകൾക്ക് കേട്ടിരിക്കാനും ഇങ്ങനെ ഒരു ക്യാമ്പസ് സംഘടിപ്പിക്കാനും കഴിയില്ല. അങ്ങനെ തുടങ്ങിയ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നഷ്ടപ്പെടുത്തി കളയുക എന്നതാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസവും സൃഷ്ടിച്ച സർക്കാരിനെ കുറിച്ചുള്ള ബോധ്യമൊക്കെ പിന്നെ അതിനേക്കാൾ അപ്പുറത്ത് ബേസിക്കായി ഒരു മനുഷ്യന് വേണ്ട, അടിസ്ഥാനപരമായി മനുഷ്യന് വേണ്ട ഇത്തരം ചില മാനുഷിക ഗുണങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ തിന്മ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ തിന്മയെ അഭിമാനപൂർവ്വം മറ്റുള്ളവർക്കിടയിൽ ഞാൻ ആ തിന്മയുടെ വക്താവാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി അവന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന ആ പ്രകടനപരത മനുഷ്യന്റെ ലജ്ജ നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവല്ലാതെ മറ്റെന്താണ്? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഒരു മനുഷ്യൻ തിന്മ ചെയ്താൽ പോലും ആ മനുഷ്യൻ അത് മറ്റുള്ളവർ അറിയുന്നതിന് ലജ്ജ എന്ന് പറയുന്നത് മറയുണ്ടാകും. ഇന്നത്തെ സമൂഹം
ആ ലജ്ജ എന്ന് പറയുന്ന മറയെ മനഃപൂർവ്വം നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സമൂഹം ഉണ്ടാക്കിയതാണ് ലജ്ജ എന്ന് പറയുന്നത്. സമൂഹം ഉണ്ടാക്കിയ ചില പിന്നെ ചങ്ങലക്കെട്ടുകളാണ് ഒരു മനുഷ്യന് വിശ്വസ്തത വേണം, നന്ദി വേണം, ലജ്ജ വേണം, ഇങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകേണ്ടത്. അതൊക്കെ പിന്നെ കാലത്തിന് ഇതിനനുസരിച്ച് നമ്മൾ മാറ്റണം. പിന്നെ നാടോടുമ്പോൾ നമ്മൾ നടുവേ ഓടിക്കാൻ മതി എന്നുള്ള തത്വം നമ്മുടെ ജീവിത ആദർശമായി സ്വീകരിക്കണം. ഇതൊക്കെ നമ്മുടെ മക്കളെയും നമ്മൾ അതുപോലെ തന്നെ പഠിപ്പിക്കണം. ഈ ജീവിതം ഒന്നേയുള്ളൂ എന്ന് മനസ്സിലാക്കിപ്പിക്കണം. അതുകൊണ്ട് എവിടെയും എങ്ങനെയും ഒരു ചങ്ങലക്കെട്ടുകളും ഇല്ലാതെ ജീവിക്കാം എന്ന് പഠിപ്പിക്കണം. ഇത് ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണഗതിയിൽ വളർന്നു വരുന്ന ഇന്നത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തത്വം അവന്റെ ജീവിതത്തിലെ അടിസ്ഥാന ആദർശമായി മാറാൻ വലിയ സമയം വേണം. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന, ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ നമ്മളുടെ തർബീയത്ത് കൗൺസിലിൽ ഇത്ര മണിക്കൂറൊന്നും വേണം. വലിയ സെമിനാറുകളിലൂടെയോ അല്ലെങ്കിൽ പിന്നെ അനേകം പേജുകളുള്ള പുസ്തകങ്ങളിലൂടെയോ വലിയ റിസർച്ച് പേപ്പറുകളിലൂടെയോ ഒന്നുമല്ല ഇത് പഠിപ്പിക്കപ്പെടുന്നത്. ഇത് പഠിപ്പിക്കപ്പെടുന്നത് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ചില സംഗതികളിലൂടെ. ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു 5 മിനിറ്റ് വീഡിയോ ആയിരിക്കും. അത് ചിലപ്പോൾ ഒരു യാത്രാ വിവരണം, ഒരു സഞ്ചാരിയുടെ ഒരു ട്രാവൽ വ്ലോഗായിരിക്കും. അല്ലെങ്കിൽ ഒരു റെസിപ്പി പറയുന്ന ഒരു പാചക പിന്നെ കൂട്ടിനെ കുറിച്ചുള്ള, അത് തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മക്കൾ ഉപയോഗിക്കുന്ന ടീഷർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങളായിരിക്കാം. ഞാൻ പറയുന്നത് വെറുതെ അല്ല. നമ്മുടെ മക്കളിൽ പലരും ഉപയോഗിക്കുന്ന ടീഷർട്ടുകൾ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയിട്ടില്ല. അത് സിമ്പിളാണ്. ഇങ്ങനെ ഈ ഒരു തത്വത്തിൽ, ഈ ഒരു ആശയത്തെ പ്രചരിപ്പിക്കാൻ ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്ന വഴികളില്ല. 50 പിന്നെ 10-20 മിനിറ്റുള്ള വീഡിയോ ഉണ്ടാവും. പക്ഷെ അതിലൊരു 2-3 സെക്കൻഡ് ഉണ്ടാവുള്ളൂ നമ്മൾ ഈ പറഞ്ഞ സംഗതി. അതിലൂടെ അത് നിരന്തരം ഇങ്ങനെ കേൾക്കുക വഴി, അത് നിരന്തരം ജീവിതത്തിൽ നിന്ന് സ്വാംശീകരിക്കുക വഴി ഏതൊരു മനുഷ്യനും അതിൽ പ്രായഭേദമന്യേ പിന്നെ ഇന്ന് പലപ്പോഴും ആളുകൾ പറയും പുതിയ തലമുറ പിന്നെ മൊബൈൽ ഫോണിന് സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റാണ്, പുതിയ തലമുറ വഴി തെറ്റിപ്പോവുകയാണ്. പുതിയ തലമുറ എന്നല്ല, ഈ തലമുറ മൊത്തം ഏകദേശം മൊബൈൽ ഫോൺ അഡിക്റ്റാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളൊക്കെ മൊബൈൽ ഫോണിന്റെ കറക്റ്റ് നോക്കി നമുക്ക് മനസ്സിലാവും. നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിലുള്ള സെറ്റിംഗ്സ് ഉണ്ടല്ലോ, സ്ക്രീൻ ടൈം എന്ന് പറയുന്ന സെറ്റിംഗ്സ് ഉണ്ട്. അധിക ഫോണുകളിലും പിന്നെ ഡിഫോൾട്ട് ആയിട്ട് തന്നെ വരുന്ന സെറ്റിംഗ്സ് ആണ്. അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്ന സെറ്റിംഗ്സ്. അഥവാ നമ്മൾ ഫോൺ എത്ര ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം അതിൽ തന്നെ ഉണ്ട്. എത്ര മണിക്കൂർ ദിവസം എടുത്താൽ പിന്നെ കഴിഞ്ഞ ഒരു മാസം വരെ കിട്ടും, അതിൽ കൂടുതലും കിട്ടും. നമ്മൾ കഴിഞ്ഞ ഒരു മാസം ഒക്ടോബർ 30 മുതൽ നവംബർ 30 വരെ ഈ ഓരോ ദിവസവും എത്ര നമ്മൾ ഫോൺ ഉപയോഗിച്ചു, അതിൽ ഒരു ദിവസം നമ്മൾ ഇന്നത്തെ പിന്നെ ഫോൺ ഉപയോഗം ഇത്ര മണിക്കൂർ, വാട്സപ്പ് ഉപയോഗിച്ചു ഇത്ര മണിക്കൂർ നമുക്ക് കിട്ടും. ഇന്നത്തെ ശരാശരി പറയുന്നത് ലോകത്ത് 7 മുതൽ 9 മണിക്കൂർ വരെയാണ്. 7 മുതൽ 9 മണിക്കൂർ 7 മുതൽ 9 മണിക്കൂർ വരെ നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ ഒരു മനുഷ്യന്റെ മൊത്തത്തിൽ ലോകത്തിലുള്ള മനുഷ്യന്റെ, ഇന്ത്യയിലെ ഒക്കെ ഏകദേശം ഒരു ലൈഫ് എക്സ്പെക്ടൻസി അഥവാ മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 69 വയസ്സ് 72. ഇന്ത്യയിൽ ഒരു സാധാരണ ഒരു പുരുഷൻ 69 വയസ്സ്, സ്ത്രീകൾക്ക് 72. ലോക മൊത്തത്തിൽ എടുത്താൽ ഒരു ശരാശരി 75 ഒക്കെയാണ് ഒരു മനുഷ്യന്റെ ആയുസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന്റെ ആയുസ് പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അത് 60-70 ഇടയിലാണ്. നമ്മൾ മാക്സിമം ഒക്കെ 70 വെക്കാം. 70 വയസ്സ് നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ആളുകൾ, പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മാക്സിമം 70 വരെ ജീവിച്ചു നോക്കാം. എന്നാൽ ഒരു ദിവസം നമ്മുടെ ഫോൺ ഉപയോഗം എത്രയാണെങ്കിൽ മിനിമം ഒരു 28-29 കൊല്ലം നമ്മുടെ ഫോണിൽ തന്നെ അയക്കുന്നതാണ്. ഒരു ദിവസം 24 മണിക്കൂറിൽ പിന്നെ 7 മുതൽ 9 മണിക്കൂർ വരെ ഇതാണെങ്കിൽ, ഇതിൽ കാണുന്നതാണ് നമ്മൾ സ്വാംശീകരിക്കുന്നതെങ്കിൽ പിന്നെ ആ ആശയവും ആ ആദർശവും ആ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഉണ്ടാകും. സ്വഭാവവും അവന്റെ സംസാരവും അവന്റെ എല്ലാം അതിൽ പൂർണ്ണമായും അതിനാൽ സ്വാധീനിക്കപ്പെട്ടതായിരിക്കും എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ഒരൊറ്റ ഉദാഹരണം സൂചിപ്പിച്ചത് മാത്രം. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണാം, എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കാണാം. അപ്പൊ വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ പറയുന്നതും ഇസ്ലാം ചില കാര്യങ്ങൾ പറയുന്നതും ഒക്കെ കുറച്ച് ഗൗരവകരമായി ചിന്തിക്കാനും അത് നഷ്ടപ്പെടുന്നതിന് മുൻപ് അതിന്റെ മൂല്യം മനസ്സിലാക്കാനും നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെത്തി അവസാനം അള്ളാഹുവിനോട് പരാതി പറയുന്ന, പിന്നെ ദുനിയാവിലേക്ക് കുറച്ച് സമയം കൂടി നീട്ടി തന്നാൽ പിന്നെ ഞാൻ നന്മകളൊക്കെ ചെയ്തോളാം എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അള്ളാഹു പലയിടത്ത് പറയുന്നു. എന്റെ ഭൂമിയിലേക്ക് ഇനി വീണ്ടും മടക്കി തരണം എന്ന് പറയുന്നതാണ്. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ ഓരോ ദിവസവും അതുപോലെ തന്നെ ഓരോ മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഈ തിരിച്ചറിവ് ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം എന്ന് എത്രയോ യുവാക്കളിൽ, സ്കാരങ്ങളിൽ,
അതുപോലെ തന്നെ പ്രാർത്ഥനകളിൽ ഓരോ ദിവസവും രാവിലെ എഴുതിക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ രാത്രി കിടക്കുമ്പോൾ മരിപ്പിക്കുകയും എന്നെ മരിപ്പിക്കുകയും അതുപോലെ തന്നെ ജീവിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ നാമത്തിൽ. രാവിലെ ഉണർന്നിരുന്നേക്കുമ്പോൾ ഉറക്കമാണ്, പക്ഷെ മരണം എന്ന വാക്കാണ് അമൂത്ത്. രാവിലെ ഉണർന്നിരുന്നേക്കുമ്പോൾ എന്നെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവ്വസ്തുതി. അതിങ്ങനെ എല്ലാ ദിവസവും പല ദിക്റുകളിലൂടെ, പല പ്രാർത്ഥനകളിലൂടെ, പല സൂറത്തുകളിലൂടെ നമ്മൾ കേൾക്കേണ്ടതെന്ന് പറയുന്ന അള്ളാഹു നിശ്ചയിച്ച ഒരുപാട് സൂറത്തുൽ മുൽക്കിലൂടെ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ സജദയും ഓതാതെ പ്രവാചകൻ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. സൂറത്തുൽ മുൽക്ക് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെയും ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അവന് ചിന്തിക്കാൻ ആവശ്യമായ, അവന് നന്നാവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ എന്ന ആയത്തിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞ ഒരു വ്യാഖ്യാനം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. യഥാർത്ഥത്തിൽ ജീവിതം കഴിഞ്ഞല്ലേ മരണം, പിന്നെ എന്തുകൊണ്ട് മരണത്തെ ആദ്യം പറഞ്ഞു? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അല്ലദീ ഖലഖൽ ഹയാത വൽ മൗത്, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചു എന്നല്ലേ പറയേണ്ടത്? മരണത്തെയും ജീവിതത്തെയും എന്ന് പറഞ്ഞത്. അതിന് ചില പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മരണമല്ലേ ആദ്യം ഉണ്ടാകുന്നത് എന്നാണ്. ശാശ്വതമായ ജീവിതം മരണത്തിന് ശേഷമല്ലേ ഉണ്ടാകുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ? അതിനേക്കാൾ കൂടുതൽ യോജിക്കുന്ന വാക്ക്, കൂടുതൽ അനുയോജ്യമായ വാക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാക്കാണ്. ഒരു ബാറ്ററി ഇങ്ങനെ തീർന്നു വരുന്നത് പോലെ നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നു, പിന്നെ ജീവിക്കുന്നു, പിന്നെയാണ് ജീവിതമെന്ന് അങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാം. ഇതിനിടയിൽ മനുഷ്യൻ പഠിക്കേണ്ടത് എന്താണോ, മനുഷ്യൻ അറിയേണ്ടത് എന്താണോ, അവന്റെ പരലോക വിജയത്തിന്, അവന് നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവന് തുണയാകുന്നത് എന്താണോ, അത് പഠിക്കാൻ മനുഷ്യർ മറന്നു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പഠിക്കുക എന്നുള്ളതാണ്, അത് മനസ്സിലാക്കുകയും അത് മറക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പഠിച്ചു, എല്ലാം മനസ്സിലാക്കി, ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടതൊക്കെയും സ്വായത്തമാക്കി, ബിരുദങ്ങളും അതുപോലെ തന്നെ അക്ഷരക്കൂട്ടങ്ങളും ഒക്കെ പേരിന് പിന്നിൽ തുന്നിച്ചേർത്തു, ഒക്കെ ചെയ്തു. പഠിക്കേണ്ടത് മാത്രം പഠിച്ചില്ല, അറിയേണ്ടത് മാത്രം അറിഞ്ഞില്ല. എന്താണോ ഒന്നാമത് പഠിക്കേണ്ടിയിരുന്നത്, നിർബന്ധമായും അറിയേണ്ടത്, അത് മാത്രം അറിഞ്ഞില്ല. അങ്ങനെ ഒരു അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്ന് നമുക്കറിയാം. അത് ശരിക്കും പഠിക്കാനും അത് ജീവിതത്തിൽ ശരിക്കും ഉൾക്കൊള്ളാനും നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാകും. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ, ദീനിനെ കുറിച്ച് പഠിക്കാൻ, പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ, തൗഹീദിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാകും. അതിലൂടെ മാത്രമേ ഒരു മനുഷ്യന് ശരിക്ക് അവന്റെ ജീവിതത്തിൽ തർബീയത്ത് ഉണ്ടാവൂ. അതല്ലാതെ മറ്റ് ഈ ലോകത്ത് എത്ര വലിയ മോട്ടിവേഷൻ ക്ലാസ് കേട്ടാലും, എത്ര വലിയ തർബീയത്തിന്റെ പാഠങ്ങൾ വേറെ കേട്ടാലും മനുഷ്യന്റെ ഉള്ളിലുള്ള, മനുഷ്യന്റെ ഹൃദയത്തെ പിന്നെ നിയന്ത്രിക്കുന്ന ഈ ആദർശ തലം നന്നാവാതെ മനുഷ്യൻ തർബീയത്ത് കിട്ടുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടു കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നാലും ആദ്യമേ വന്ന് മക്കക്കാരോട് പറയണേ, ലാ തസ്നു, നിങ്ങൾ ആരും വ്യഭിചരിക്കരുത്, വ്യഭിചാരം നിഷിദ്ധമാണ്. അതുപോലെ തന്നെ ലാ തശ്റബുൽ ഖംർ, ആരും മദ്യപിക്കരുത്, മദ്യപാനം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ജാഹിലിയ്യ കാലത്തിൽ കുറച്ചെങ്കിലും സമയം പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹ മക്കയിൽ ജനിച്ചു വളർന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അങ്ങനെയായിരുന്നു പ്രവാചകൻ ഖുറൈശികളോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ അത് സ്വീകരിക്കാനേ തയ്യാറാവുമായിരുന്നു. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയേണ്ടതാണ്, ആദ്യം അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു, പരലോക ബോധം ഉണ്ടാക്കി കൊടുത്തു, സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറഞ്ഞു, നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ളതാണ് എന്ന ബോധ്യം ആദ്യം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് സിമ്പിളായി. ആ പ്രബോധനത്തിന്റെ ആ മുൻഗണനാ ക്രമം കൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മുൻഗണനാ ക്രമത്തിൽ ഒന്നാമതായ ജീവിതത്തിന്റെ ലക്ഷ്യമായി അല്ലാഹു പഠിപ്പിച്ച തൗഹീദിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തണം. നമ്മുടെ ദീൻ എന്തിനാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇസ്ലാമിലെ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങളുടെ എന്തെങ്കിലും ഒരു പഴുതുണ്ടാകാനുള്ള സാധ്യതയെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കിവിടെ വന്നിരുന്നത്, ഞാൻ എന്നൊരു വ്യക്തിക്ക് ഇവിടെ നിന്ന് ഒരു സദസ്സ് സംഘടിപ്പിച്ചു,
അവിടെ നിന്ന് ഞാൻ എന്റെ വ്യക്തിക്ക് എന്റെ ബിരുദങ്ങളുടെ പിന്തുണ കൊണ്ടോ അല്ലെങ്കിൽ എന്റെ വേഷഭൂഷാദികളുടെ പിന്തുണ കൊണ്ടോ എനിക്കിവിടെ എന്തും വിളിച്ചു പറയാം എന്നതല്ല ഇസ്ലാം രീതി. ഒരു വ്യക്തിക്കും അവിടെ സ്ഥാനമില്ല, ഒരു സൃഷ്ടിക്കും അവിടെ സ്ഥാനമില്ല. അല്ലാഹുവിന്റെ ദീൻ പറയുന്നത്. നമുക്കെന്നറിയാം, മറ്റു പല മതങ്ങളും പല സംസ്കാരങ്ങളും ലോകത്ത് അവരുടെ ആദർശങ്ങൾ രൂപപ്പെടുത്തുന്നതും അവരുടെ മതങ്ങളുടെ ആചാരങ്ങൾ ചിട്ടപ്പെടുത്തുന്നതും ഒക്കെ പണ്ഡിത സഭകളോ അല്ലെങ്കിൽ പുരോഹിത സഭകളോ കൂട്ടായ്മകളോ കുറിച്ചാണ്. ഇസ്ലാം അങ്ങനെയല്ലല്ലോ. ഇസ്ലാം അങ്ങനെ പഴുതയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അധികാരം അല്ലാഹുവിനല്ലാത്ത ഒരാൾക്കും കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും അധികാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആൻ അല്ലാഹു പറഞ്ഞത്, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഈ ദീൻ പൂർത്തിയാക്കിയത് വേറാരുമല്ല, അല്ലാഹു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ശൈലി വളരെ കർക്കശത്തോടുകൂടി ഈ കാര്യം എടുത്തു പറഞ്ഞു. ദീനിന്റെ അടിസ്ഥാനവും ദീനിന്റെ സ്രോതസ്സും ദീൻ പൂർണ്ണമായി നിശ്ചയിച്ചതും ഈ ലോകത്ത് സൃഷ്ടിച്ച നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ അല്ലാഹുവോട് ഉദാഹരണമായി പറയാൻ എന്തായിരിക്കും അല്ലാഹുവിന്റെ കാരണം അറിയില്ല. ഈ ലോകത്തെ ഏറ്റവും അങ്ങേയറ്റത്തെ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു ആ വിഷയം പറഞ്ഞത്. സൂറത്തുൽ ഹാഖയിൽ നമുക്കിത് കാണാം. സൂറത്തുൽ ഹാഖയുടെ 44-48 വരെയുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇനി ആ പ്രവാചകനെങ്ങാനും നമ്മുടെ മേൽ എന്തെങ്കിലും സ്വന്തം നിലക്ക് ഉണ്ടാക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭാഷ മാറുന്നു, അല്ലാഹുവിന്റെ ശൈലി മാറുന്നു. ആ വാചകങ്ങൾക്ക് അതിൻ്റെതായ കണിശതയും കാർക്കശതയും തോന്നുന്നില്ലല്ലോ. ഇനി ആ പ്രവാചകനെ ചില കാര്യങ്ങളെങ്കിലും അല്ലാഹു റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം പറയുകയാണെന്നിരിക്കട്ടെ, അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ നാം അദ്ദേഹത്തെ നമ്മുടെ വലതുകരം കൊണ്ട് പിടികൂടുകയും അദ്ദേഹത്തിന്റെ ജീവനാടി നാം ഖണ്ഡിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. നാം എങ്ങാനും അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെ തടയാൻ നിങ്ങളിൽ ഒരാൾക്കും സാധിക്കുകയും ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ വാചകങ്ങൾ, അല്ലാഹുവിന്റെ ശൈലി ഖുർആൻ മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. പ്രവാചകന് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തം നിലക്ക് ദീൻ പറയേണ്ട അധികാരം. അത് സൂറത്തുൽ നജ്മിൽ അല്ലാഹു പ്രവാചകൻ സ്വന്തം നിലക്ക് സംസാരിക്കുന്നയാളല്ല. അല്ലാഹുവിൽ നിന്ന് നൽകപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകപ്പെടുന്ന വഹയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പറയുന്നത്. റസൂലിന് പോലും ആ അധികാരം സ്വന്തം നിലക്ക് ദീൻ നാളെ മുതൽ പിന്നെ നിങ്ങളുടെ അഖീദ ഇതായിക്കോട്ടെ, നാളെ മുതൽ 2 റക്അത്ത് കരയാറായിക്കോട്ടെ, ഇല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഏറ്റവും അതിശ്രേഷ്ഠനായ അല്ലാഹു കഴിഞ്ഞ സൃഷ്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അതിശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ അവിടെ പിടിച്ചു. അവിടെ ഉദാഹരണമായി പറഞ്ഞു. പ്രവാചകനാണെങ്കിൽ പോലും അതിന് പഴുതില്ല. പിന്നെ ബാക്കിയുള്ള ആളുകളൊന്നും പ്രത്യേകം എടുത്ത് പരാമർശിക്കേണ്ട ആവശ്യമില്ല. ഇത് വലിയൊരു മാനദണ്ഡം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പഠിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ മാതൃകയായി ജീവിതത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കി തന്ന രൂപത്തിൽ നമുക്കത് പിന്നെ ഖുർആനിലൂടെ തിരു ഹദീസുകളിലൂടെ 2 വഹിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ പഠിപ്പിച്ചു തന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഏതൊരു മനുഷ്യനും നമ്മൾ എത്ര കാലം ജീവിച്ചാൽ ലോകാവസാനം വരേക്കും ഏതൊക്കെ സംഭവങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കണം അവർക്കൊക്കെ ഒരു മാനദണ്ഡമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതൊരു മാനദണ്ഡമാണ്. ഇന്ന് ലോകത്ത് ഒരു മനുഷ്യന് വന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞു പോകാൻ കഴിയില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒട്ടേറെ ചടങ്ങുകളും ആചാരങ്ങളും പുരാതനമായി കാണുന്ന പല സംഗതികളുമുണ്ട്, പല ഗ്രന്ഥങ്ങളും ഒക്കെയുണ്ട്. മുഹീദ്ദീൻ മാല ആളുകൾ എങ്ങനെ കാണുന്ന ഒന്നാണ്. മുഹീദ്ദീൻ മാല രചിച്ച ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട് ജനിച്ചയാൾ ഹിജ്റ 1225 മരണപ്പെടുന്നത്. ഹിജ്റ 1025 ഹിജ്റ കഴിഞ്ഞ് പിന്നെയും 1025 കൊല്ലങ്ങൾ. അതുവരെ ഇവരുടെ സംഗതിയില്ല. കുത്തുബിയത്ത് രചിച്ച കായൽപട്ടണത്തുകാരനായ തമിഴ്നാട്ടിലെ കായൽപട്ടണത്തിൽ ജനിച്ച സദഖത്തുല്ലാഹി കാഹിരി 1100-ലാണ് സദഖത്തുല്ലാഹി കാഹിരി മരണപ്പെടുന്നത്. കുത്തുബിയത്ത് അതുവരെ ഇല്ല. അപ്പോൾ ഇതൊരു മാനദണ്ഡമാണ്. എന്ത് വന്നാലും അതൊരു മാനദണ്ഡമാണ്. നമ്മൾ ഒന്ന് തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയും, ഒന്ന് തുമ്മിയാൽ അൽഹംദുലില്ലാഹ്.
എന്താ അൽഹംദുലില്ലാഹ് പോലെ സുബ്ഹാനല്ലാഹ് പറഞ്ഞ വർഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്നാണ് പറയേണ്ടത്. അത് കേൾക്കുന്നവൻ യർഹംകല്ലാഹ് എന്നാണ് പറയേണ്ടത്. പിന്നെ അതിന് യഹ്ദീകുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്നാണ് പിന്നെ മറുപടി പറയേണ്ടത്. അത് അതേപടി പറഞ്ഞാലേ പറ്റുള്ളൂ, എങ്കിലേ അത് ദീനാവുള്ളൂ. കാരണം ആ അൽഹംദുലില്ലാഹ് എന്നതിന് പോലും 1400 വർഷത്തെ പഴക്കം ഉണ്ടായിരിക്കണം. അത് പറയണമെങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് കിട്ടിയിരിക്കണം. അത് ഏത് കാര്യത്തിലും ഒരു മുസ്ലിമിനെ, ഏതൊരു മനുഷ്യനും ദീൻ മനസ്സിലാക്കാനുള്ള വലിയ ഒരു മാനദണ്ഡമാണ്. അപ്പോൾ ഈ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ച ഈ തൗഹീദ്, ഈ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ പോട്ടെ, അവർ നിയോഗിക്കപ്പെട്ട മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ തന്നെ അള്ളാഹു പിന്നിൽ നിശ്ചയിച്ച ഈ ലക്ഷ്യമായ തൗഹീദ് മനസ്സിലാക്കുന്നതിനും അതിലേറെ സൂക്ഷ്മത വേണം. അത് അങ്ങനെ ഇങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പിന്നെ എവിടെ നിന്നെങ്കിലും പഠിച്ചാൽ പറ്റില്ല. അത് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് വളരെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പ്രവാചകന്റെ സീറ, തിരു ജീവിതം, അത് മുഴുവൻ തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് പരിശോധിക്കാം. നമുക്ക് പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്രമാണങ്ങൾ തമ്മിൽ നമുക്ക് ഉറച്ചു നോക്കാം, പണ്ഡിതന്മാരോട് ചോദിക്കാം, അതിന്റെ ആശയവും അർത്ഥവും പഠിക്കാം. ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കും എന്ന് ഭയപ്പെടുന്ന ഏതൊക്കെ നാടുണ്ടോ, ഏതൊക്കെ ആളുകളുണ്ടോ, അവരൊക്കെ അതുകൊണ്ട് ആദ്യം ശ്രമിക്കുന്നത് ഇത് ജനങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല. ഖുർആൻ ഇത് ശരിക്കും മനസ്സിലാക്കാൻ പാടില്ല. ഒരു കാലത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കുന്നത് പോലും വാജിബല്ല, അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന് ഫത്വ കൊടുത്തിരുന്ന ഒരു കാലം കടന്നുപോയ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഖുർആനിന്റെ പരിഭാഷ, അറബി മലയാളത്തിൽ എഴുതപ്പെട്ട പരിഭാഷയുടെ ഗതി എന്തായിരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഖുർആൻ പഠനത്തോടുള്ള ആഭിമുഖ്യം ഇല്ലായ്മയെ കുറിച്ച്, അത് എങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കരുത് എന്ന് ചില ആളുകൾക്കുണ്ടായിരുന്ന നിർബന്ധ ബുദ്ധിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട അറബി മലയാളത്തിൽ എഴുതപ്പെട്ട കണ്ണൂരിലെ അറക്കൽ രാജകുടുംബാംഗമായിരുന്ന മായിൻകുട്ടി ഇളയ എഴുതിയ അറബി മലയാളത്തിലുള്ള ആദ്യത്തെ പരിഭാഷയുടെ ഗതി പിച്ച് ചീന്തപ്പെട്ട് അറബിക്കടലിൽ ഒഴിയാനായി. അത് നഷ്ടപ്പെട്ടു പോയതൊന്നും എവിടെയും ലഭ്യമല്ല. അങ്ങനെ ഒരു കാലം കഴിഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ നാട്ടിൽ. ഖുർആൻ ആളുകൾ പഠിക്കരുത്, ഖുർആൻ പഠിക്കണ്ട, ഖുർആൻ പരിഭാഷ മനസ്സിലാക്കേണ്ട, അല്ലാഹുവിന്റെ കലാം എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സൂറത്തുൽ അംബിയ എന്ന് പറയുന്ന സൂറത്തുൽ വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാർ പറ്റിയുള്ള അധ്യായം. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം സംക്ഷിപ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തിലെ ചില സുപ്രധാന സന്ദർഭങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന പല സൂറത്തുൽ ആറാഫിൽ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരും അവരുടെ പ്രബോധന ദൗത്യവും അവർ പ്രബോധനം ചെയ്ത അടിസ്ഥാന തത്വവും അവരുടെ ആദർശവും ഒക്കെ പറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരു മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് തോന്നിയേക്കാം നമ്മള് പ്രവാചകന്മാരെ പോലെയൊന്നുമല്ല, നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പോ ജീവിച്ച ആളുകളെ പോലെയൊന്നുമല്ല. നമ്മൾ ഇന്നിവിടെ ഈ പോരൂരിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവിടെ ബാലുശ്ശേരിയിലും ഇവിടെ കോഴിക്കോട് ജില്ലയിലും ഒക്കെ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾ കൂട്ടിമുട്ടിക്കാനൊക്കെ നടക്കുന്നു. ഇതിനിടയിൽ നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിൽ ഈ പറഞ്ഞ ആദർശവും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പഠിക്കാൻ നമുക്ക് സമയം കിട്ടുമോ? അതുപോലെ തന്നെ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾ നമുക്കുണ്ടായ ഈ പ്രശ്നങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ അന്ന് അവർക്കൊക്കെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയ, സൂറത്തുൽ ആറാഫിലെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആവർത്തിച്ച് വായിക്കേണ്ട ഭാഗങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ പ്രവാചകന്റെ വഫാത്തിന് കാരണമായ ആ ജ്വരം ബാധിച്ചു കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് അടുത്ത ആളുകൾ ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ, എന്താണ് നിങ്ങൾക്ക് ഇത്ര വേദനയും ഇത്ര പ്രയാസവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, എനിക്ക് ഇരട്ടി പ്രയാസമുണ്ട്, ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പൊ അത് കേട്ടത് സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസവും ബുദ്ധിമുട്ടും ആർക്കായിരിക്കും ഉണ്ടാവുക? അങ്ങേക്ക് ഇത്ര പ്രയാസമാണെങ്കിൽ ഉടനെ മറുപടി കൊണ്ട് അംബിയ, പ്രവാചകന്മാർക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ പിന്നെ അവരെ പോലെയുള്ളവർക്ക് അഥവാ ആ പ്രവാചകന്മാരുടെ ആദർശവും പ്രബോധനവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന അതേ നയനിലപാടുകൾ സ്വീകരിക്കുന്ന ആരൊക്കെയുണ്ട് അവർക്കായിരിക്കും അതിനനുസരിച്ച് പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക, പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അനുഭവിച്ച പരീക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ടും വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രം പറഞ്ഞത് കേട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. രോഗം കൊണ്ട്
പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി, ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും അതിനേക്കാൾ ഏറെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിരത്തി കാണിക്കുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർ. അയ്യൂബ് നബി അലൈഹി സ്വലാം ആ പ്രയാസം വന്നപ്പോൾ അത് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. മനുഷ്യൻ ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അതാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പ്രയാസത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ചരിത്രം വിവരിക്കുക അല്ല വിശുദ്ധ ഖുർആൻ ചെയ്തത്. അത് വന്ന അയ്യൂബ് നബി അലൈഹി സ്വലാം എന്ന മഹാപ്രവാചകൻ എന്ത് നിലപാടാണ് അവിടെ സ്വീകരിച്ചത്? ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചാണ് തന്റെ സങ്കടം ബോധിപ്പിച്ചത്. അന്നി മസ്സനി അദ്ദുർ, അല്ലാഹു എനിക്ക് ഇങ്ങനെ ചില ഉപദ്രവങ്ങൾ പ്രയാസങ്ങൾ ബാധിച്ചു. വഅൻത അർഹമുർ റഹീമീൻ, നീയാണല്ലോ കരുണ ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ അർഹമുർ റഹീമീനായ റബ്ബി നീയാണല്ലോ എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ, അദ്ദേഹം നമ്മെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ഇസ്തജബ്നാ ലഹു, ഇസ്തജാബ എന്ന് പറഞ്ഞാൽ ഉത്തരം കൊടുത്തു, ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു, നൂഹ് നബി അലൈഹി സ്വലാം നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാം ഈ പറഞ്ഞ പ്രയാസം ആളുകൾക്ക് വെൽക്കുന്നില്ല, എത്ര പറഞ്ഞിട്ടും ആളുകൾ അംഗീകരിക്കുന്നില്ല. പ്രയാസം വന്നപ്പോൾ അദ്ദേഹം അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മറുപടി ഒന്ന്, ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം. മറുപടി ഒരേ രൂപത്തിലാണ്, മറുപടി ഒന്നാണ്. ഫസ്തജബ്നാ, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന മാർഗത്തിൽ അവസാനം മനം കൊടുത്ത് അവസാനം ആ നാട്ടിൽ നിന്ന് ഇറാഖിലെ നീനോയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് തീരുമാനിച്ചു കളയുന്നത് യൂനുസ് ബിൻ മത്ത അലൈഹിസ്സലാം. യൂനുസ് അലൈഹിസ്സലാം ഖുർആൻ അല്ലാഹു പറഞ്ഞു വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ, അങ്ങനെ ദേഷ്യപ്പെട്ട് ദുന്നൂൻ യൂനുസ് നബി അലൈഹിസ്സലാം അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. അദ്ദേഹം അങ്ങനെ കപ്പലിൽ കയറി അവസാനം മത്സ്യത്തിന്റെ ഉള്ളിലെത്തി. അവിടെയും പ്രയാസത്തിലകപ്പെട്ടു. അദ്ദേഹത്തിന് ചെയ്യാറുണ്ട്, അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു, ചെയ്തതെന്തായിരുന്നു? അദ്ദേഹം ആ ഇരുട്ടുകൾക്കുള്ളിൽ നിന്ന്, സമുദ്രത്തിന്റെയും യാത്രയുടെയും മത്സ്യത്തിന്റെ വയറ്റിന്റെയും ഒക്കെ ഇരുട്ടുകൾക്കുള്ളിൽ നിന്ന് അദ്ദേഹത്തിന് ചെയ്യാണ്ടായിരുന്നു ഒന്നായിരുന്നു, നീ അല്ലാതെ വഴിയാറില്ല, ഞാനാണ് അക്രമം ചെയ്തു. അള്ളാഹുവിനോട് പറയാ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതാണ് അദ്ദേഹം ചെയ്തത്. മറുപടി നമ്മളിനി പറയണ്ട, ഖുർആനായത് നമുക്ക് ഊഹിച്ച് പറയാൻ കഴിയില്ല, പക്ഷെ എന്നാലും നമുക്ക് ഊഹിക്കാം. മറുപടി സെയിമാണ്. നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. അദ്ദേഹം അകപ്പെട്ട ആ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തെ ഞാൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. സന്താന സൗഭാഗ്യമില്ലാത്തയാളായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാം, മക്കളില്ല. സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. അല്ലാഹു, എനിക്ക് മക്കളില്ല, ഞാൻ ഒറ്റയായി മരിച്ചു പോകുന്ന, ഫർദായി മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാക്കണ്ട. എനിക്ക് ഈ എന്റെ കാര്യങ്ങളെ നടത്താനും എന്റെ ഈ പ്രബോധനം ഭാവി മുന്നോട്ട് പോകാനും എനിക്കൊരു അനന്തരാവകാശമില്ല. നീയാണല്ലോ ഏറ്റവും നന്നായി അനന്തരാവകാശം ലഭിക്കുന്നവൻ. അല്ലാഹു എനിക്കൊരു സന്താനത്തെ തരണം. മറുപടി നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. അദ്ദേഹത്തിന് നാം യഹ്യ എന്ന് പറയുന്ന പ്രവാചകനായ മകനെ നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇങ്ങനെ എത്രയോ ഉദാഹരണം സൂറത്തുൽ ആറാഫിലും സൂറത്തുൽ അംബിയായിലും സൂറത്തുൽ ശുഅറായിലും ഒക്കെ പല പ്രവാചകന്മാരുടെയും ജീവിതത്തിലെ അവർക്ക് അതിന് അനുയോജ്യമായ സന്ദർഭങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ ലോകത്ത് എത്രയോ 1,00,000-ലധികം പ്രവാചകന്മാർ കടന്നുപോയി. പക്ഷെ എന്നിട്ടും അല്ലാഹു വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റു ചില പ്രവാചകന്മാരെ കുറിച്ച് സൂചനകളുമാണ് നൽകിയത്. ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബ്ലു വറസൂലൻ ലം നഖ്സുസുഹും അലൈക. ചില പ്രവാചകന്മാരെ കുറിച്ച് നാം നിനക്ക് പ്രവാചകരെ അവരുടെ ചരിത്രം ഞാൻ വിവരിച്ചു തന്നിട്ടുണ്ട്, മറ്റു ചിലരുടെ ചരിത്രം ഞാൻ വിവരിച്ച് തന്നിട്ടുമില്ല. അതിനർത്ഥം എന്താണ്? ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മൾ പഠിക്കണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ വിട്ടു. എന്നിട്ട് അതിൽ നിന്ന് ലോകാവസാനം വരെയുള്ള നമ്മൾ ഉൾക്കൊള്ളുന്ന ആളും പെണ്ണും ചെറിയ കുട്ടിയും വൃദ്ധരും ഏത് പ്രായക്കാരും ഏത് കാലത്തും ഏത് ദേശത്തും ജീവിക്കുന്ന ആളുകളോ എല്ലാവരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചരിത്രങ്ങൾ അല്ലാഹു സെലക്ട് ചെയ്തു. അതാണ് അതിന്റെ അർത്ഥം. ചില പ്രവാചകന്മാർ നമുക്ക് പറഞ്ഞു തന്നു, ചിലരെ പറഞ്ഞു തന്നിട്ടില്ല. സെലക്ട് ചെയ്തു. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തേക്ക് ഉൾപ്പെടുത്തി. ഖുർആനിക വിജ്ഞാനികളിൽ ഉലൂമുൽ ഖുർആനിൽ പഠനം നടത്തിയ പണ്ഡിതന്മാർ പറയുന്നു, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയ ചരിത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പണ്ഡിതന്മാരാണ് പറഞ്ഞത്. ഖുർആനിൽ ഏകദേശം ഖുർആനിന്റെ എത്ര ശതമാനം വരും ഖുർആന്റെ ചരിത്രം ആർക്കും പറയാൻ പറ്റുമോ? ഏകദേശം 25%. ഏകദേശം
ഉലൂമുൽ ഖുർആൻ, ഖുർആനിക വിജ്ഞാനികൾ പഠനം നടത്തിയ പണ്ഡിതന്മാർ അതിന്റെ ഒരു ഭാഗമാണ് ഖുർആൻ, ഖുർആന്റെ കഥകൾ എന്ന് പറയുന്ന ഭാഗം, അവ ചരിത്രങ്ങൾ. അവർ പറയുന്നത് ഖുർആനിന്റെ 1/3 വരും ചരിത്രം മാത്രം എന്നാണ്. പ്രവാചകന്മാരുടെ ചരിത്രവും, പ്രവാചകന്മാരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ജനനത്തീയതിയും മരണത്തീയതിയും അവരുടെ പിന്നെ വിശേഷങ്ങൾ, അവരുടെ നാടിന്റെ കാര്യങ്ങളും പറയുന്നതല്ലോ. നമ്മൾ ഈ പറഞ്ഞത് മാത്രമാണ് പ്രധാന പ്രതിപാദ്യ വിഷയം. അഥവാ അവരുടെ നയനിലപാടുകൾ, അവരുടെ ആദർശം, അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളും, അതിനോട് അവരുടെ സമൂഹം സ്വീകരിച്ച നിലപാടുകളും, ആ നിലപാടിന്റെ പേരിൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സ്വീകരിച്ച സമീപനം, ഇത് മാത്രമാണ് വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രമായി ഉൾപ്പെടുത്തിയ ചരിത്രം. ഇത് ഖുർആനിന്റെ 1/3 വരും. അപ്പോ ഖുർആനിന്റെ 1/3 വരുന്ന ഈ ചരിത്രവും മനുഷ്യൻ മനസ്സിലാക്കേണ്ട ചരിത്രങ്ങളിലൂടെയും അവൻ പഠിക്കേണ്ട ആദർശവും, അവൻ ഏത് സന്ദർഭത്തിലായാലും അവന് സ്വീകരിക്കാനുള്ള നിലപാടും, അവന്റെ ഹൃദയത്തിൽ എപ്പോഴും അടിയുറക്കേണ്ട ആദർശവും അത്രത്തോളം പ്രാധാന്യമുള്ളതും അത്രത്തോളം മനുഷ്യൻ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കേണ്ടതും പല രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുമാണ് എന്നാണല്ലോ ഇത് അർത്ഥമാക്കുന്നത്. അപ്പൊ അത് തൗഹീദ് എന്നത് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് ചുരുക്കം. ഖുർആൻ മുഴുവൻ തൗഹീദാണ് എന്ന് ഇങ്ങനെ സ്ഥാപിക്കുന്നതാണ്. ഖുർആൻ എങ്ങനെ നോക്കിയാലും തൗഹീദ്. ഒന്നുകിൽ അള്ളാഹു തൗഹീദ് നേർക്കുനേരെ പറയുന്നു, അല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായ ശിർക്കിനെ കുറിച്ച് പറയുന്നു, അതല്ലെങ്കിൽ തൗഹീദിന് വേണ്ടി പണിയെടുത്തപ്പോൾ അത് പ്രബോധനം ചെയ്ത പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു, അതല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായ ശിർക്കിന്റെ ആളുകളായ പ്രവാചകന്മാരുടെ സമൂഹത്തെ കുറിച്ച് പറയുന്നത്, അതുമല്ലെങ്കിൽ തൗഹീദ് സ്വീകരിച്ച ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയുന്നത്, അതുമല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് സ്വീകരിച്ച അത് ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഏത് ഖുർആനിൽ ഏതായതെടുത്താലും തൗഹീദുമായി ബന്ധമില്ലാത്ത, തൗഹീദ് അടിസ്ഥാനമല്ലാത്ത ഒരായത്ത് പോലും ഖുർആനിലില്ല എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് പറയാൻ പറ്റും. ഖുർആനിലെ ഒന്നാമത്തെ നിരോധനവും, ഒന്നാമത്തെ കൽപ്പനയും ഒന്നാമത്തെ നിരോധനവും തൗഹീദാണ്. സൂറത്തുൽ ബഖറ, സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കൽപ്പന ഏതാ? യാ അയ്യുഹന്നാസു അഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെയോ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനസമൂഹങ്ങളിൽ മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ച ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കും എന്നാണ് ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന. സൂറത്തുൽ ബഖറ 21 ഒന്നാമത്തെ നിരോധനം. ഒന്നാമത് ചെയ്യണമെന്ന് പറഞ്ഞ സംഗതി ജനങ്ങളെ വിളിച്ചു, ചെയ്യരുതെന്ന് പറഞ്ഞ സംഗതി തൊട്ടടുത്ത രണ്ടാമത്തെ കാര്യം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി കാര്യങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ ജാലക്കും ഫിറാശൻ, ഭൂമിയെ നിരപ്പാക്കിയതും അതുപോലെ തന്നെ അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് രണ്ടാമത്തെ ആയത് തൊട്ടടുത്ത ആയത്തിലെ അവസാനത്തെ ആയത്താണ് ഒന്നാമത്തെ നിരോധനം. ഖുർആന്റെ ഒന്നാമത്തെ നിരോധനം. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ആ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നിദ്ദുകളെ, പങ്കുകാരെ ചേർക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഖുർആൻ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ ജീവിച്ച ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വലിയ തൗഹീദിന് വേണ്ടി അത്യധികം പിന്നെ സേവനം ചെയ്ത സെയ്ദ് മൗലവി രണ്ടത്താണി എന്ന് പറയുന്ന ഒരാളുടെ ഇടത്തനാട്ടുകരിൽ ജനിച്ചു, പിന്നെ രണ്ടത്താണിയിൽ പോയി അവിടെ താമസമാക്കി, പിന്നെ എത്രയോ തവണ പിന്നെ യാഥാസ്ഥിതികരായ ആളുകൾ കൊലപ്പെടുത്താനും കാറിലേക്ക് കൊല്ലാനും പടക്കമാലയെടുത്ത് കൊല്ലാനും ഒക്കെ ശ്രമിച്ചാണ് ഈ സെയ്ദ് മൗലവി രണ്ടത്താണി. ഈ സെയ്ദ് മൗലവി രണ്ടത്താണി എന്ന് പറയുന്ന വ്യക്തി ഇടത്തനാട്ടുകരയിൽ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുമ്പോൾ ആദ്യം ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ എന്ന് പറഞ്ഞ ആയത്തിന് അൻദാദ് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ അതിന്റെ അർത്ഥം പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ആലോചിച്ചു. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഈ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കി. അൻദാദ് അള്ളാഹുവിന് പങ്കുകാരുണ്ടാക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ഇപ്പുറത്ത് ചെയ്യുന്ന ചടങ്ങുകളും ആരാധനകളും ചൊല്ലുന്നതും ഒക്കെ അതിന് നേരെ വിപരീതം. അപ്പൊ മനസ്സിൽ സംശയം ആയത്തിനെ കുറിച്ച് തഫ്സീറിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഈ സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അടുത്തത് പിന്നെ വീണ്ടും അൻദാദ് എന്ന ആയത്ത്. അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വയന്നാസു യത്തഖിദൂന മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അപ്പൊ അൻദാദ് വീണ്ടും വാക്കുന്നു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു അല്ലാത്ത മറ്റു പലരെയും ഇഷ്ടപ്പെടുന്നവർ എന്നതാണ്, പങ്കുകാരെ ഇഷ്ടപ്പെടുന്നവർ. അങ്ങനെ പഠിച്ച് മാറി മനുഷ്യരെ കുറിച്ച് ചെയ്തു പോലെ കണ്ടെത്താൻ. അപ്പൊ ഖുർആനിലെ കൽപ്പനകളും ആയത്തുകളും നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന സന്ദർഭങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് നമ്മൾ ആലോചിക്കുകയും തൗഹീദിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഖുർആനിലെ വാചകങ്ങൾ പോലും ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ നെഞ്ചിൽ തറച്ചു നിൽക്കുന്ന ചില വാചകങ്ങൾ ഉൾപ്പെടുത്തി അത് പഠിച്ചു തന്നെ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കണം എന്ന് ചോദിക്കാം. ഇത് ഉണ്ടാകുമ്പോൾ മാത്രമേ ആയിഷ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരുപാട് ആളുകൾ പറഞ്ഞു, മുആദ് ബിൻ ജബൽ
അതുപോലെ അബൂ മൂസ അശ്അരി, ഇവരൊക്കെ യമനിലേക്ക് ദാഇമാരായി പ്രബോധകന്മാരായി നിയോഗിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യമനിലെ ആളുകൾക്ക് അവർക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ നടമാടുന്ന പല തിന്മകളുണ്ട്. അബൂ മൂസ അശ്അരി യമനിലേക്ക് പോകുന്നതിന് മുമ്പ് ആ നാട്ടിലുണ്ടായിരുന്ന പല തിന്മകളെ കുറിച്ച് ചോദിച്ച് പഠിച്ചിട്ട് തന്നെ പോയി. ആ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന തേന് കൊണ്ട് നിർമ്മിക്കുന്ന മദ്യമുണ്ടായി, അതുപോലെ ഈത്തപ്പഴം കൊണ്ട് നിർമ്മിക്കുന്ന മദ്യമുണ്ടായി. അത് എങ്ങനെയാണ്, പിന്നെ അത് ഹറാമാണോ, അത് എങ്ങനെയാണ് ഇവര് ഈ വിധികളൊക്കെ ഇവർ ചോദിച്ചു പഠിക്കുന്നത് മറ്റു പല ഹദീസുകളിൽ കാണാൻ പറ്റും. അവരെ അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെയാണ്, ഒരു പ്രബോധകനാണല്ലോ പോകുന്നത്, ആ നാട്ടിലുള്ള പ്രശ്നങ്ങൾ അറിയണം. അതാണ് ആദ്യം പഠിപ്പിക്കുന്നത്, അവരെ ക്ഷണിക്കുന്നത് അതിലാണ്. അതവർക്ക് മനസ്സിലായി, ആദർശം ഉറച്ചു, അതിന് സംശയമൊന്നുമില്ല, അത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പകലും രാത്രിയും 5 നിസ്കാരം പഠിപ്പിക്കുക. അതും അവർ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുക. അങ്ങനെ ഓർഡർ ചെയ്തു. അപ്പൊ നമ്മൾ തർബിയത്ത് ക്യാമ്പിലാണ്, നമ്മുടെ ഏത് രംഗത്തുള്ള നമ്മുടെ തർബിയത്തിലും നമ്മുടെ വിശുദ്ധിക്കും ജീവിതത്തിൽ നമുക്ക് കൈവരുന്ന തഖ്വക്കും ഒക്കെ അടിസ്ഥാനം തൗഹീദ് ജീവിതത്തിൽ ഉറക്കുക എന്നത് തന്നെയാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കുക എന്നത് തന്നെയാണ് അതിന്റെ ഒക്കെ അടിസ്ഥാനം. അപ്പോ വിശ്വാസ വിശുദ്ധി എന്നുള്ളത് വളരെ പ്രാധാന്യപൂർവ്വം തന്നെ നമ്മൾ കാണേണ്ട സംഗതിയാണ്. അത് ഇടയ്ക്കിടെ നമ്മൾ ഇങ്ങനെ പഠിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ട സംഗതി തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ഇത് നമ്മൾ ശരിക്കും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവാചകന്മാരുടെ പല പ്രവാചകന്മാരുടെ മരണാസന്ന സമയത്തെ അവരുടെ അവസ്ഥകളെ കുറിച്ച് ഖുർആനിലും ഹദീസിലും കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹം മക്കളോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ പിന്നെ വീതം വെക്കാനുള്ള സമ്പത്തിനെ കുറിച്ചും തന്റെ മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ എങ്ങനെ നിങ്ങൾ വീതം വെച്ച് മക്കൾക്കിടയിൽ കൊടുക്കണം എന്നതിനെ കുറിച്ചും ആയിരിക്കുമല്ലോ. അദ്ദേഹം ചോദിച്ചു, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ ആരെ ആരാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിലുണ്ട്. മക്കൾ പറഞ്ഞു, നമ്മളെ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പമാർ അഥവാ താങ്കളുടെയും യാക്കൂബ് നബി ഇസ്ലാം, നിങ്ങളുടെ ഉപ്പയായ ഇസ്ഹാഖ്, നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം ഒക്കെ പിന്നെ ഇലാഹൻ വാഹിദ, ഏക റബ്ബായ അല്ലാഹു മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പം യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മക്കളെ കൊണ്ട് അങ്ങനെ ഒരു മറുപടി പറയിപ്പിക്കണമെങ്കിൽ അത് മരണസമയത്ത് മക്കളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ യാദൃച്ഛികമായി ഏത് മക്കളായിരിക്കും അങ്ങനെ മറുപടി പറയാം? ആ ചോദ്യത്തെക്കാൾ പ്രധാനം ആ ഉത്തരം പറയാൻ ആ മക്കളെ വാർത്തെടുത്ത യാക്കൂബ് നബി എന്ന മനുഷ്യനാണ്. ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന്റെ വീട്ടിൽ മക്കൾക്ക് അതിനുള്ള തർബിയത്ത് കിട്ടി എന്നതുകൊണ്ട് തന്നെയാണല്ലോ മരണസമയത്ത് ഉപ്പ ചോദിക്കുമ്പോൾ മക്കൾക്ക് ആ മറുപടി പറയാൻ കഴിയുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ അത് ശരിക്കും പ്രതിഫലിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അത് പിന്നീട് ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ശരിയായ മറുപടി പറയാൻ കഴിയുന്നത്. അല്ലാതെ സുപ്രഭാതത്തിൽ ചോദിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള തൗഹീദിന് അധിഷ്ഠിതമായ ആദർശമോ നയനിലപാടുകളോ ജീവിതമോ കാഴ്ചവെച്ചിട്ടില്ലാത്ത ഒരു കുടുംബമായിരുന്നു അതെങ്കിൽ എങ്ങനെയാണ് മക്കൾക്ക് അത് പറയാൻ കഴിയുക? നമ്മുടെ അകങ്ങൾ, നമ്മുടെ വീടകങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മൾ ഇടപെടുന്ന ആളുകളൊക്കെയും നമ്മളിൽ നിന്ന് മനസ്സിലാക്കണം. നമ്മളിൽ നിന്ന് ഇത് മനസ്സിലാക്കിയിരിക്കുന്നു, നമ്മളിൽ നിന്നാണ്, നമ്മളാണിത് അറിഞ്ഞതെങ്കിൽ നമ്മളിൽ നിന്ന് ഇത് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും. അത് നമ്മുടെ ഇണകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, ആരൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ടോ, നമ്മൾ ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടോ, അവരൊക്കെയും ഇതിന്റെ ഗുണം നമ്മൾക്ക് കിട്ടിയ മതി. ഈ സുഗന്ധം അവരും അനുഭവിച്ച് മതിയാകും. അത് ശരിയായ ആദർശം ആദ്യത്തിൽ മുന്നോട്ട് പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്. ബാക്കിയൊക്കെ ശരിയാവുന്നത് അപ്പോഴാണ്. ബന്ധങ്ങൾ ശരിയാക്കുക അതിന്റെ ഭാഗം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം സാഹോദര്യ ബന്ധം സ്ഥാപിച്ച രണ്ടാളുകളാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്ന സന്ദർഭം സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കപ്പെടാൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെന്നപ്പോ അബൂ ദർദാവിന്റെ ഭാര്യ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ ആകെ മുഷിഞ്ഞ വസ്ത്രത്തിലാണ് നിൽക്കുന്നത്. അവർ ചോദിച്ചു, എന്ത് പറ്റി? പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ ഒരു വല്ലാത്ത കോലത്തിൽ നിൽക്കുന്നത്? ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ അബൂ ദർദാഇനെ പിന്നെ ദുനിയാവിലെ കാര്യത്തിൽ മാത്രം വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം ഫുൾ ടൈം നിസ്കാരം നോക്കുക അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എല്ലാ ദിവസവും സുന്നത്ത് നോക്കും. അതുപോലെ തന്നെ രാത്രി ദീർഘമായി എല്ലാ ദിവസവും രാത്രി
പിന്നെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കും. അങ്ങനെ ഒരു പ്രകൃതക്കാരാണ്. ദുനിയാവിലെ മറ്റു കാര്യങ്ങളൊക്കെ വിരക്തി വെച്ച് കൊടുക്കുന്നയാളാണ്. ഇസ്ലാം പിന്നെ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതോടൊപ്പം ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതും എങ്ങനെയാണ് എന്ന് ഇസ്ലാം ശരിക്കും പഠിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അന്ന് അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പുറത്തായിരുന്നു. തിരിച്ചു വന്നു, ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അത് നിങ്ങൾ കഴിച്ചോളൂ സൽമാൻ, നിങ്ങൾ കഴിച്ചോളൂ. അപ്പൊ എന്താ നിങ്ങൾ കഴിക്കുന്നില്ലേ? അബൂ ദർദാ, എനിക്ക് നോമ്പാണ്, സുന്നത്ത് നോമ്പാണ്. അള്ളാഹുവാണ് സത്യം, നിങ്ങൾ ഈ സുന്നത്ത് നോമ്പ് മുറിച്ച് എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് വരെ ഞാൻ ഈ ഭക്ഷണം തൊടൂല. സുന്നത്ത് നോമ്പ് മുറിപ്പിച്ചിട്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് സൽമാൻ ഫാരിസി ഭക്ഷണം കഴിപ്പിച്ചു. എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നുള്ളത് അത് ഇസ്ലാമിൽ ശരിയല്ല. എല്ലാ ദിവസവും നോമ്പെടുക്കൽ, ഒരു വർഷം മുഴുവൻ എല്ലാ ദിവസവും നോമ്പെടുക്കൽ ഹറാമായിട്ട്. കാരണം നോമ്പ് ഹറാമായ ദിവസങ്ങളുണ്ട്. പെരുന്നാൾ പോലെ നോമ്പെടുക്കാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ട്. മുഴുവൻ അടുപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഏറ്റവും ഉത്കൃഷ്ടമായ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ നോമ്പ് പോലും ഒരു ദിവസം നോമ്പെടുക്കുക, അടുത്ത ദിവസം നോമ്പില്ലാതിരിക്കുക, പിന്നെ അടുത്ത ദിവസം നോമ്പെടുക്കുക, പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുക. അതാണ് ഏറ്റവും അഫ്ദൽ സിയാം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. സുന്നത്ത് നോമ്പുകളിൽ അതാണ് ഏറ്റവും ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പോൾ സുന്നത്ത് നോമ്പായി രാത്രി എന്നവർ കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപേ, ഉറങ്ങാൻ പോലും കൂട്ടാക്കത്തില്ല, അബൂദർദാ നിസ്കാരത്തിലേക്ക് പോകുന്നു. അപ്പോൾ സൽമാൻ പിന്നെ കിടക്ക്, കുറച്ചു നേരം നമുക്ക് ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേക്കാം, വീണ്ടും ഇടയ്ക്ക് എഴുന്നേക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടി കിടക്കും. എന്നിട്ട് തഹജ്ജുദിന്റെ ഖിയാമുൽ ലൈൽ ഏറ്റവും അഫ്ദൽ ഉള്ള സമയം റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ രാത്രിയുടെ 3:1 കഴിയുന്ന സമയം. ആ സമയത്ത് എത്തിയപ്പോൾ സൽമാൻ അങ്ങോട്ട് അബൂദർദാ വിളിച്ചുണർത്തി. ഇപ്പോഴും ഒരുമിച്ച് നിസ്കരിക്കാം, രണ്ടാളും കൂടി ഒരുമിച്ച് നിസ്കരിച്ചു. രാത്രി നിസ്കാരം നിർവഹിച്ചു. പിറ്റേന്ന് പോകുന്നതിന് മുമ്പ് സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലി റബ്ബിക അലൈക ഹഖ്ഖൻ. സൽമാൻ, നിനക്ക് നിന്റെ റബ്ബിനോട്, അബൂദർദാ നിനക്ക് നിന്റെ റബ്ബിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകൾ. അള്ളാഹുവിനോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ, ബാധ്യത. അതിൽ പെട്ടത് തന്നെയാണ് ഇനി ശേഷം പറയാൻ പോകുന്നതും എന്നും കൂടി പറയാൻ വേണ്ടിയിട്ട് അത് പറയുന്നു. എന്നാൽ അത് മാത്രമല്ല, വലിനഫ്സിക അലൈക ഹഖ്ഖൻ, താങ്കൾക്ക് താങ്കളുടെ ശരീരത്തോടും ചില ബാധ്യതകളുണ്ട്. ശരീരത്തിന് കൊടുക്കേണ്ട ബാധ്യതയാണ് അതിന് കൊടുക്കേണ്ട വിശ്രമം കൊടുക്കാൻ. വലി അഹ്ലിക അലൈക ഹഖ്ഖൻ, അത് മാത്രമല്ല നിന്റെ ഭാര്യയോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, ഹക്കുണ്ട്, അത് കൊടുക്കണം. ഫഅഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു, ആർക്കൊക്കെയാണോ ഹക്ക് കൊടുക്കേണ്ടത്, അവകാശങ്ങൾ വകവെച്ച് കൊടുക്കേണ്ടത്, അതൊക്കെയും വകവെച്ച് കൊടുക്കുമ്പോഴാണ് അബൂദർദാ നല്ല ശരിയായ മുസ്ലിമാകും. അബൂദർദാ റസൂലുള്ളാഹി പഠിച്ചു പോയി. എന്നോട് ഇങ്ങനെ സൽമാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് ദീൻ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനെ മുഴുവൻ ഇബാദത്ത് ചെയ്യുന്ന നല്ല മനുഷ്യനായ അബൂദർദാ, മുഴുവൻ നോമ്പെടുക്കുന്ന, അതുപോലെ രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന അബൂദർദായെ എന്തിന് സൽമാൻ തടഞ്ഞു എന്നാണ് ചോദിച്ചത്. അല്ല, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പറഞ്ഞതാണ്, സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് ശരിയാണ്. സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് സത്യം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ നമ്മുടെ അല്ലാഹുവിനോടുള്ള ബാധ്യതയിൽ പെട്ടത് തന്നെയാണ് നമ്മൾ സൃഷ്ടികളോട് കാണിക്കുന്ന ബാധ്യത. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല ആശയങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നു പറഞ്ഞല്ലോ. നമ്മളെപ്പോഴും ഇന്നത്തെ കുട്ടികളായ ഇന്നത്തെ തലമുറയുടെ ആശയത്തിന്റെ പിന്നെ പ്രധാനപ്പെട്ട വാക്കെന്ന് പറഞ്ഞാൽ, എന്റെ ജീവിതം, എന്റെ അവകാശം, എന്റെ സമയം ഞാൻ ഇഷ്ടംപോലെ ചിലവാക്കും, എന്റെ ശരീരം അതെന്റെ അവകാശം, ഞാൻ എങ്ങനെ ചിലവാക്കും? ഇസ്ലാം പറയുന്നു, നിന്റെ ശരീരവും നിന്റെ സമയവും പോലും പൂർണ്ണമായി നിന്റേതല്ല. നിനക്ക് കുടുംബമുണ്ടോ, നിനക്ക് ഉപ്പയുണ്ടോ, നിനക്ക് ഉമ്മയുണ്ടോ, നിനക്ക് ഭാര്യയുണ്ടോ, നിനക്ക് ഭർത്താവുണ്ടോ, അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് സമയം. കൊടുത്തില്ലെങ്കിൽ നാളെ പറഞ്ഞു. ഈ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതും ഈ ബാധ്യതകൾ നിർവഹിക്കുന്നതും അല്ലാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ ഉൾപ്പെടുന്ന സംഗതിയാണ്. ഭർത്താവിനോടുള്ള ബാധ്യതയിൽ പെട്ടത് തന്നെയാണ് അല്ലാഹു പറഞ്ഞ ഈ ബാധ്യതകളൊക്കെയും നിർവഹിക്കുക എന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്ന് ജിഹാദിന് വേണ്ടി അനുവാദം ചോദിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അഹയ്യുൽ വാലിദാത്ത്, നിന്റെ രണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് പ്രവാചകരെ, നാം. ഫഫീഹിമാ ഫജാഹിദ്, അതുകൊണ്ട് എന്നാ പിന്നെ അവിടെ പോയി, അവിടെയാണ് നിന്റെ ജിഹാദ്. നിന്റെ ജിഹാദ് അവിടെയാണ്, അവിടെയാണ് ജിഹാദ്. അത് മാറ്റിവെച്ചുകൊണ്ടല്ല, പിന്നെ അത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ബാധ്യത നിർവഹിക്കാൻ കഴിയുമെന്നല്ല. അള്ളാഹുവിനുള്ള ബാധ്യത നിർവഹിക്കപ്പെട്ട തന്നെയാണ് അത് നിർവഹിക്കുക എന്നുള്ളതും. അങ്ങനെ എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യത, ആർക്കൊക്കെയാണോ ഹക്ക് കൊടുക്കാനുള്ളത് ആ ഹക്കുകൾ കൊടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സമയം,
നമ്മുടെ ആരോഗ്യം അതൊക്കെയും നമ്മുടേതാണ് മാത്രം എന്ന് പറഞ്ഞ് നമുക്ക് യഥേഷ്ടം അത് ഉപയോഗിക്കാം എന്നുള്ള ചിന്ത തെറ്റാണ് എന്ന് ചുരുക്കം. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇങ്ങനെ കുറെ മേഖലകളുണ്ട്. അവിടെ ചെലവഴിക്കുമ്പോഴാണ് അള്ളാഹുവിനുള്ള ബാധ്യത തന്നെ പൂർണ്ണമായും നിർവഹിച്ച ഒരാളായി നമ്മൾ മാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുമദ്ദ ലഹു ഫീ ഉംരി വ അൻ യുസാദ ലഹു ഫീ റിസ്ഖി, ആരെങ്കിലും ദീർഘായുസ് വേണമെന്നും റിസ്ഖിൽ വർധനവ് വേണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നു എങ്കിൽ ഫലിയബറ വാലിദൈഹി, അവൻ അവന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യട്ടെ, വൽയസിൽ റഹിമഹു, അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ. ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ചില, പ്രത്യേകിച്ച് കുടുംബവും മക്കൾ മാതാപിതാക്കൾ എന്നുള്ള വിഷയങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അത് വരമ്പത്ത് കൂലി കിട്ടുന്ന കേസാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പിന്നെ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ സാധ്യത കൂടുതലുള്ള സംഗതിയാണ് മാതാപിതാക്കളോടുള്ള ബന്ധവും മക്കളുള്ള ബന്ധവും ഒക്കെ. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, കുടുംബ ബന്ധം, ഈ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ എഫക്റ്റ് നന്മയാണെങ്കിൽ ഹദീസിൽ പറഞ്ഞതുപോലെ ദുനിയാവിൽ തന്നെ കിട്ടും, ദീർഘായുസ് റിസ്കിലെ വാർത്തകളൊക്കെ കിട്ടും. നേരെ കുറച്ച് തിന്മയാണെങ്കിൽ അതും ദുനിയാവിൽ തന്നെ. പലപ്പോഴും മക്കളുടെ വിഷയത്തിലൊക്കെ പ്രത്യേകിച്ചു ബന്ധങ്ങളും അല്ലാഹുവിന്റെ ബാധ്യതകൾ നിർവഹിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കുടുംബവും നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ മക്കളും ഒക്കെ വളരെ പ്രാധാന്യപൂർവ്വം തന്നെ നമ്മൾ എടുത്തു പറയുന്നതിനുള്ള കാരണം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തത്തെ കുറിച്ച് പറഞ്ഞ ഹദീസുണ്ട്. സഅല എന്ന അറബിയിൽ പറഞ്ഞാൽ ചോദിച്ചു എന്നാണ് അർത്ഥം. അതേ പിന്നെ വാക്കിൽ നിന്ന് തന്നെയാണ് ഉത്തരവാദിത്തം എന്ന വാക്കും അറബിയിലുണ്ട്. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു, സാഇൽ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവൻ, മസ്ഊൽ എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെടുന്നവൻ അഥവാ ഉത്തരവാദിത്തപ്പെട്ടയാൾ. അറബിയിൽ ഉത്തരവാദിത്തത്തിന് ബാധ്യതയ്ക്ക് അതേ വാക്കിൽ ലഭിക്കും, മസ്ഊലിയ്യത്ത് അഥവാ ചോദിക്കപ്പെടുന്ന സംഗതി. അതിനെക്കുറിച്ച് അത് നേരെ നിർവഹിച്ചില്ലെങ്കിൽ നാളെ പടച്ചു ചോദിക്കുന്നതാണ് ഉദ്ദേശം. അല്ലാഹുവിന്റെ മുമ്പിൽ അതിന് ഉത്തരം പറയും, സമാധാനം പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി, നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി, ആ ഉത്തരവാദിത്തത്തിന്റെ വിഷയത്തിൽ നാളെ അല്ലാഹു നിങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം 3 ആളുകളുടെ ഉദാഹരണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുമ്പോൾ അതിന്റെ ഉദാഹരണം നമ്മളെപ്പോലെ ഏതെങ്കിലും ഒരു ഉദാഹരണം യാദൃച്ഛികമായി വായിൽ പ്രസംഗത്തിന്റെ ഒഴുക്കിനനുസരിച്ച് വന്നു പോകുന്നവരാണ്. അത് നമ്മളെപ്പോലുള്ള ദുർബലരായ മനുഷ്യർക്ക് ഇങ്ങനെ ചിലപ്പോൾ യോജിക്കാത്ത ഉദാഹരണങ്ങളൊക്കെ ആയിരിക്കും പറയും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 ഉദാഹരണങ്ങൾ. ഒന്ന് ഭരണാധികാരിയുടെ ഉദാഹരണം, ഒരു ഇമാമു റാഇൻ മസ്ഊലുൻ അൻ റഇയത്തി, ഒരു ഭരണാധികാരി അയാളുടെ ഭരണീയരുടെ വിഷയത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടയാളാണ്, അതിനുള്ള മറുപടി അയാൾ നാളെ പടച്ചവന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും. പിന്നെ പറഞ്ഞ 2 വിഷയങ്ങളും നമ്മളൊക്കെ ഉൾക്കൊള്ളുന്നു. ഭരണാധികാരിയുടെ ഉദാഹരണം പറയുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ആശ്വസിക്കുന്നു, വലിയ നേതൃത്വം ഏറ്റെടുത്ത അങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള നേതൃത്വത്തിന്റെ ജോലിയില്ല, നമ്മളിപ്പോൾ സാധാരണക്കാരാണ്. 3-ൽ 2 ഉദാഹരണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, വറജുലു റാഇൻ ഫീ അഹ്ലി വമസ്ഊലുൻ അൻ റഇയത്തി, ഒരു വ്യക്തി, ഒരു പുരുഷൻ. രണ്ടാമത് പറഞ്ഞു വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, ഒരു സ്ത്രീ. നമ്മളൊക്കെ എല്ലാ മനുഷ്യരും, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ ഈ വിഷയത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. വമസ്ഊലുൻ അൻ റഇയത്തി, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവരുമാണ്. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ രംഗത്തും നമ്മുടെ അല്ലാഹുവിനുള്ള ബന്ധവും ഒക്കെ പ്രതിഫലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അവിടെ ഇതൊന്നും പ്രതിഫലിക്കാതെ അവിടെ എന്തൊക്കെയോ പിന്നെ ചെയ്തു കൂട്ടി എന്ന് വരുത്തി ബാക്കി പിന്നെ കാര്യങ്ങളിലൊക്കെ കുറെ കൂടി ശ്രദ്ധ പുലർത്തി എന്ന് വെച്ച് നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണം പൂർത്തിയാവുന്നില്ല. അതുകൊണ്ടാണ് സൽമാൻ റളിയല്ലാഹുവിന്റെ ആ വാചകത്തിന് അല്ലാഹുവിന്റെ റസൂല് പിന്നെയും ഉറപ്പിച്ചു പറഞ്ഞത്, സൽമാൻ പറഞ്ഞതാണ് ശരി, സൽമാൻ പറഞ്ഞതാണ് ശരി. നമ്മളെപ്പോലെ മറ്റെന്തെങ്കിലും വിഷയത്തിൽ സമയം ചെലവാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിസ്കാരത്തെക്കുറിച്ചും പിന്നെ സുന്നത്ത് നോമ്പിനെ കുറിച്ചും രാത്രി നിസ്കാരത്തെ കുറിച്ചുമാണ്. അത് തന്നെ ഈ ബാധ്യതകളിൽ നിന്ന് തടയുന്നുവെങ്കിൽ അതല്ല വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂദർദാ റളിയല്ലാഹു ഇത് ചെയ്തു വെച്ച് മൊബൈൽ ഫോൺ നോക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുവാനോ വെറുതെ നടന്ന് സമയം കളയാനോ അദ്ദേഹം പോയത്. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് വലിയ ഇബാദത്താണ്, വലിയ പ്രതിഫലമുള്ള വലിയ ത്യാഗമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു വശം മാത്രം അവഗണിച്ചു കഴിഞ്ഞ് മറ്റൊരു വശത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകിയതുകൊണ്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ കൽപ്പനകൾ അത് കുടുംബത്തിൽ, വീട്ടിൽ, നാട്ടിൽ എവിടെയൊക്കെ നിർവഹിക്കണം, അതൊക്കെ നിർവഹിക്കുമ്പോഴാണ് അല്ലാഹുവിനോടുള്ള ആ ബാധ്യത തന്നെ ശരിക്കും നിർവഹിച്ചവരാവുക എന്നതാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മുഅ്മിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഈ കൂട്ടായ്മകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു മുഅ്മിനെ കുറിച്ച് പറയാൻ മുഅ്മിനുല്ലദീ യുഖാലിഖുൻ നാസ് വയസ്ബിറു അലാ അദാഹു ഖൈറുൻ മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിഖുൻ നാസ് വലാ യസ്ബിറു അലാ. ഒരു മുഅ്മിൻ ജനങ്ങളോട് ഇടപെടുകയും
അവരിൽ നിന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്ന മുഅ്മിനാണ്. ജനങ്ങളോട് ആരും ഇടപെടാതെ, കൂട്ടായ്മകളൊന്നും ഇല്ലാതെ, പിന്നെ ആളുകളോടൊന്നും ഇടപെടാതെ, നന്മ പറയാതെ, ആളുകൾ എന്തെങ്കിലും തിന്മ ചെയ്താൽ അതിൽ നിന്ന് പരസ്പരം പറഞ്ഞ് തിരുത്താതെ, നസീഹത്ത് കൊടുക്കാതെ, പിന്നെ ഇതൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരു മുഅ്മിനേക്കാൾ ഖൈർ ജനങ്ങളോട് ഇടപെടുകയും അവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും ചെയ്യുന്ന മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതവും സാമൂഹിക ജീവിതവും, നമ്മുടെ വിശ്വാസ രംഗത്തുള്ള വിശുദ്ധിയും, കുടുംബ രംഗത്തുള്ള വിശുദ്ധിയും, നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധിയും ഒക്കെ ഇതൊക്കെ ഒന്നിനൊന്നോട് കണ്ണി ചേർന്ന് കിടക്കുന്നു എന്ന് ചുരുക്കാം. ഒക്കെയും ഒന്നിനൊന്നോട് കണ്ണി ചേർന്ന് കിടക്കുകയാണ്. ഒരു വശം മാത്രം എടുത്താൽ നമ്മുടെ ജീവിതം, ഈമാനിക ജീവിതം പൂർണ്ണമാകുന്നില്ല എന്ന് ചുരുക്കാം. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം. ഇബ്നു അബ്ബാസ് നമ്മൾ കേട്ടതേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് വളരെ ചെറിയ കുട്ടിയായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തിരുത്തി കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ മകനെ, കുഞ്ഞു മോനെ എന്ന് വിളിച്ചാണ് പറഞ്ഞത്. പക്ഷെ അത് ലോക മുസ്ലിങ്ങൾക്ക്, ഏത് പ്രായത്തിലുള്ള മുസ്ലിമിനും പിന്നെ ഉപകാരപ്പെടുന്ന ഉപദേശമാണ്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പോലെ എന്നാണ് പറഞ്ഞത്. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എവിടെയായിരുന്നു നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ അല്ലാഹു നിന്നെയും സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു അമാമക, റബ്ബിന്റെ കൽപ്പനകളും അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളും അതേപടി സൂക്ഷിച്ചു പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അല്ലാഹു നിന്റെ മുമ്പിൽ കാണാൻ പറ്റും. അഥവാ എവിടെയും കുടുങ്ങേണ്ടി വരില്ല. അല്ലാഹുവിന് തഖ്വ ജീവിതത്തിൽ ഒരു ശീലമാക്കിയെടുത്ത് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, തഖ്വ പാലിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെവിടെ കൊടുക്കൂല. എവിടെ കുടുങ്ങിയാലും മഖ്റജ്, പുറത്തേക്കുള്ള വഴി, ഒരു പോം വഴി അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തരും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിനക്ക് നീ ചോദിക്കുകയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാഹ്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. വഇദസ്തഅൻത, നിനക്ക് സഹായം വേണമെങ്കിൽ, നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് നീ സഹായം തേടുക. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും കൂടി തീരുമാനിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും നന്മ ചെയ്യണം. അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അല അൻ യൻഫഉക ബിശൈഇൻ, എന്തെങ്കിലും ഒരു നഫ്അ ചെയ്യണം നിനക്ക് എന്ന് തീരുമാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു, അല്ലാഹു വിധിച്ചതല്ലാതെ നിനക്കത് കിട്ടൂല. അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാത്തത് നന്മ നിനക്ക് വരൂല. ഇനി നേരെ തിരിച്ചു തീരുമാനിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യണം. അൻ യദുറൂക ബിശൈഇൻ, എന്തെങ്കിലും നിന്നെ ഉപദ്രവിക്കണം. ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു നിനക്ക് വിധിച്ചതാണോ എങ്കിൽ നിനക്ക് ഉണ്ടാവും. അല്ലാഹു നിനക്ക് വിധിച്ചതല്ലാത്ത, എഴുതിയതല്ലാത്ത ഒരു നന്മയോ ഒരു തിന്മയോ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രം സൂക്ഷിച്ച് പേടിച്ച് അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ മുൻനിർത്തി അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ മുഖമുദ്രയാക്കണം. ഏത് രംഗത്തും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ രംഗങ്ങളിലും അല്ലാഹുവിനുള്ള സൂക്ഷ്മത, തഖ്വ എന്നത് പരിശീലിച്ചെടുക്കേണ്ട സംഗതി തന്നെയാണ്. അത് എവിടുന്നോ വന്നു കിട്ടുന്ന സംഗതിയല്ല. അത് നമ്മൾ പരിശീലിച്ചെടുക്കുക തന്നെ വേണം. നമ്മുടെ മനസ്സിനെ അവിടെ നമ്മൾ പിടിച്ചു നിർത്തുക തന്നെ വേണം. ഇപ്പുറത്ത് ദുനിയാവിന്റെ ഏതെങ്കിലും നിസ്സാരമായ നേട്ടങ്ങളും അപ്പുറത്ത് അല്ലാഹുവിന്റെ കൽപ്പനയും പറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാ ജുമഅയിലും കേൾക്കുന്ന എന്ന ആയത്ത് നമ്മുടെ മനസ്സിൽ വരണം. ഏതിനാണ് മുൻഗണന കൊടുത്തത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. അപ്പോ ഒരു അറബി കവി എഴുതിയ മനുഷ്യന്റെ പിന്നെ ജീവിതത്തെക്കുറിച്ചും മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാതെ പോകുന്നതിനെ കുറിച്ചൊക്കെ, മനുഷ്യന്റെ പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങളൊന്നും വായിക്കണം, മനുഷ്യനെ ചുറ്റും നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാടിയ രണ്ട് കവിത ഉൾപ്പെടെ അവസാനിപ്പിക്കും. അദ്ദേഹം പറയുകയാണ്, കമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹ്രി. മനുഷ്യന്മാർ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, നല്ല പയർ പോലെ നടക്കുന്ന ആളുകളെന്നൊക്കെ മലയാളത്തിൽ പറയും. ഒരു പ്രശ്നമില്ല, നല്ലതുപോലെ നടക്കുന്ന കുറേ ആളുകളെ, ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിച്ചിരുന്ന കുറെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കേൾക്കാണ് ആള് മരിച്ചു. ഇന്നലെ രാത്രി കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം കൂടി നമ്മൾ ചായ കുടിച്ചിട്ടുള്ളൂ, ആള് മരിച്ചു, മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു. മനുഷ്യൻ കാണുന്ന മനുഷ്യന്റെ ചുറ്റുമുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ അപ്പുറത്ത് നേരെ വിപരീതമായ ഇപ്പൊ മരിക്കും, നാളെ മരിക്കും, ആളാകെ കഷ്ടത്തിലാണ്, വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ വിധിച്ച കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെയും 10-20 കൊല്ലം അവർ ജീവിക്കുന്നതും നമ്മൾ കാണണം.
അതുകൊണ്ട് ഈ കവിത എഴുതിയ ആൾ പിന്നെ പറയും ഫതസവ്വദ് മിനത്തുഖാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലു ഹൽ തഈശു ഇലൽ ഫജ്ർ. ഇതൊരു യാഥാർത്ഥ്യമാണ് ജീവിതം. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന സംഗതി മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച്. വളരെ പെട്ടെന്ന് ആളുകൾ മരിക്കുന്നു, ഒരാഘോഷമില്ലാത്ത ആളുകൾ മരിക്കുന്നു, ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് നമ്മൾ പറഞ്ഞ ആളുകൾ പിന്നെ എത്രയോ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എങ്കിൽ ചെയ്യാനുള്ളത് ഇപ്പൊ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ചെയ്യേണ്ടത് അത് ഇപ്പൊ ചെയ്യുക. ഇന്ന് രാത്രി കിടന്നുറങ്ങിയാൽ നാളെ ഫജ്ർ കാണാനുണ്ടാവുമോ എന്ന് അറിയാത്ത മനുഷ്യ, അതുകൊണ്ട് ചെയ്യാനുള്ളത് ഇപ്പൊ. എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? ഇപ്പോഴാണോ പഠിക്കേണ്ടത്? ഇപ്പൊ. ജീവിതം നന്നാക്കേണ്ടത് ഇപ്പോഴാണോ? ഇപ്പൊ. തൗഹീദിനെ കുറിച്ച് ശരിക്കും അറിയില്ല, എപ്പോഴാണ് പഠിക്കുന്നത്? അത് ഇപ്പൊ. ഉപ്പയുള്ള ഉമ്മയുള്ള ബന്ധം ശരിയല്ല, ശരിയാക്കുന്നത് എപ്പോഴാണ്? ഇപ്പൊ. മക്കളോട് ശരിയായ രൂപത്തിലല്ല മക്കൾക്ക് തർബീയത്ത് കൊടുക്കുന്നത്. ഇടപെടേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല. നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ ശരിയല്ല, നമ്മുടെ നന്മകളിൽ ഭാഗമാക്കാകുന്നില്ല, സൽക്രമങ്ങളിൽ നമ്മളില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നടക്കാൻ പാടില്ലാത്ത വഴികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ശരിയാക്കേണ്ടത് എപ്പോ? അത് ഇപ്പോ എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഈ രണ്ട് വരി കവിത. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആ ഒരു സൂക്ഷ്മത ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും അള്ളാഹുവിനോടുള്ള ആദർശവും തൗഹീദും അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനും നാളെ ഈമാനോട് കണ്ടുമുട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബവും നമ്മുടെ വിശ്വാസരംഗം പോലെ തന്നെ സൃഷ്ടികളോടുള്ള നമ്മുടെ കുടുംബരംഗത്തും സാമൂഹിക രംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെയുള്ള നമ്മുടെ ഇടപാടുകളൊക്കെ അതേ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന സൽക്രമങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. وهذا وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.